എന്ത്, ദീപാവലി എന്തിന്, ദീപാവലി നാം എങ്ങനെ ആചരിക്കണം, അതാണ് പറയാൻ എൻ്റെ മനസ്സിലുള്ള വിഷയം. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി. മറ്റെല്ലാ ഉത്സവങ്ങൾക്കും ഒരു പ്രാദേശിക ഭാവമുണ്ട്, ഒരു പ്രദേശത്തിൻ്റെ ആഘോഷം. ഓണം മലയാളിയുടെ മാത്രം ആഘോഷമാണ്. ഭാരതത്തിൻ്റെ ചിലയിടങ്ങളിൽ വിശേഷപ്പെട്ട വാമനമൂർത്തിയുടെ അവതാരമുള്ള ബദരീനാഥിലും ഓണം വളരെ വിശേഷപ്പെട്ടതാണ്. വ്യത്യസ്തങ്ങളായ ഓരോ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുണ്ട് എങ്കിലും ദീപാവലി അങ്ങനെയല്ല. ഭാരതത്തിൽ എല്ലായിടത്തും ഒരുപോലെ ആചരിക്കുന്ന ആഘോഷം. ആ പേരിന് ദീപങ്ങളുടെ കൂട്ടായ്മ എന്നാണ് അർത്ഥം. ദീപങ്ങളുടെ ആവലിയാണ്, നിരയാണ്. ഒന്നായി ഒരുമിച്ചൊരു സമൂഹം ദീപം കത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും വെളിച്ചമുണ്ടാകണേ, ഉയർച്ചയുണ്ടാകണേ, അറിവുണ്ടാകണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മളെല്ലാവരും ദീപം ഒരുമിച്ച് ചേർന്ന് കത്തിക്കുന്ന സുദിനം. സത്യത്തിൽ ഈ ആഘോഷങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. ഈ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മുടെ വീടുകളിൽ ആചരണങ്ങളെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആഘോഷങ്ങളിൽ നിന്ന് ലാഭമുണ്ടാകും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ സംസ്കാരത്തെയും സംസ്കൃതിയെയും സംരക്ഷിക്കുന്നതിനാണ് ഉത്സവങ്ങൾ. ആ വാക്ക് ശ്രദ്ധിക്കണം. സംസ്കാരവും സംസ്കൃതിയുമാണ്. ഒരു വ്യക്തിക്ക് സംസ്കാരവും ഒരു രാഷ്ട്രത്തിന്, സമാജത്തിന് സംസ്കൃതിയുമാണ്. വ്യക്തിക്ക് സംസ്കൃതിയില്ല, വ്യക്തിക്ക് സംസ്കാരം. എന്നാൽ വ്യക്തികളടങ്ങുന്ന ഒരു സമാജത്തിന്, വ്യക്തികളടങ്ങുന്ന ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിനാണ് സംസ്കൃതി. അപ്പോൾ ഒരു ഉത്സവം ആഘോഷിക്കുന്നത് സംസ്കാരവും സംസ്കൃതിയും സംരക്ഷിക്കുന്നതിനാണ്. നമ്മുടെ എല്ലാ ആഘോഷങ്ങളിലും, നമ്മുടെ വീടുകളിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ വൈയക്തികമായ സംസ്കാരവും കുടുംബവും സാമൂഹ്യപരമായിട്ടുള്ള സംസ്കൃതിയും നാം സംരക്ഷിക്കണം. ഇതാണ് ഉത്സവങ്ങളുടെ ഒന്നാമത്തെ തത്വം. രണ്ടാമത്തെ തത്വം, ആ ഉത്സവത്തിലൊരു വിജ്ഞാനം ഉണ്ടായിരിക്കണം, ആ ഉത്സവത്തിലൊരു വിനോദവും ഉണ്ടായിരിക്കണം. അപ്പോൾ വിജ്ഞാനത്തെയും വിനോദത്തെയും ഉണ്ടാക്കുവാനാണ് ഉത്സവം. ആ വിനോദം ആഘോഷങ്ങളാകാം, കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന കലാപരിപാടികളാകാം, വീട്ടുകാർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന സന്തോഷകരമായ മുഹൂർത്തങ്ങളാകാം, അതിൽ വലിയ പടക്കം പൊട്ടിക്കലാകാം. വ്യത്യസ്ത തരത്തിലുള്ള സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭൂതി ഉണ്ടാക്കുന്നതായിരിക്കണം ഉത്സവം. അപ്പോൾ അതേസമയം ആ ഉത്സവത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വിജ്ഞാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ടാകണം, അറിയാനുണ്ടാകണം. സത്യത്തിൽ ഇതിനാണ് ഉത്സവം. അല്ലാതെ ധൂർത്തടിക്കാനോ നമുക്ക് ആഡംബരവും പൊങ്ങച്ചവും കാണിക്കാനല്ല സത്യത്തിൽ നമ്മുടെ ഭാരതത്തിൽ ഓരോ ഉത്സവവും. പക്ഷേ ഏതോ ചില സന്ദർഭം കൊണ്ടോ നമ്മൾ പഠിച്ച വിദ്യയുടെ ശരിയായ വഴിത്താരകൾ ഇല്ലാത്തത് കൊണ്ടോ നമ്മൾ ഇന്ന് കുറേ പണം ചെലവഴിക്കുകയും ധൂർത്ത് കാണിക്കുകയും ആഡംബരം കാണിക്കുകയും പൊങ്ങച്ചം കാണിക്കുകയുമാണ് ഉത്സവങ്ങൾ. അതിനാണ് ഷഷ്ഠി, പൂരം എന്നൊക്കെ വിചാരിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യുന്നത് സംസ്കാരമല്ല, മറിച്ച് പ്രതിസംസ്കാരമാണ്. എന്താണോ ഒരു വ്യക്തിയെ നിലനിർത്തുന്നത്, സമൂഹത്തെ നിലനിർത്തുന്നത്, അതിന് തികച്ചും വിരുദ്ധം. അപ്പോൾ വിരുദ്ധമല്ലാത്ത നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കി നാം നമ്മുടെ വീടുകളിൽ നമ്മുടെ ഈ പാരമ്പര്യത്തിൻ്റെ നന്മകൾ, നമ്മുടെ പാരമ്പര്യമാകുന്നതിൻ്റെ നാരായ വേരുകൾ നമ്മൾ നനച്ചു വേണം ഈ ആഘോഷങ്ങളെ ആചരിക്കാൻ. ഏതാഘോഷവും നിങ്ങൾ എടുത്തുകൊള്ളൂ, ഈ ആഘോഷങ്ങളിലെല്ലാം ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിഹാസത്തിൻ്റെ ഒരു പിൻബലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പുരാണത്തിൽ ഈ ചരിതം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇതിഹാസ പുരാണങ്ങൾ പഠിക്കുവാനും അതിൻ്റെ ഉള്ളിലുള്ള കഥകളെ സാംശീകരിച്ച് ഇന്നത്തെ കാലത്ത് നാം എങ്ങനെ ജീവിക്കണം, പഴയ കാലത്ത് പലതും പറഞ്ഞിട്ടുണ്ടാകാം,
ആ പഴയ കാലത്തെ കഥകളെ ഇന്നത്തെ കാലത്തിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം? അതുകൊണ്ട് ഇതിഹാസ പുരാണങ്ങളുടെ പിൻബലം ഉണ്ടായിരിക്കണം എല്ലാ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും. അങ്ങനെയാണെങ്കിൽ ദീപാവലിക്ക് എന്തോ ഇതിഹാസ പുരാണങ്ങളുടെ ചരിതമാണുള്ളത്. ദീപാവലിക്ക് വിശേഷപ്പെട്ട 7 സങ്കല്പമുണ്ട്. അതിൽ 1 or 2 കേട്ടാൽ നമുക്ക് മനസ്സിലാകും 7ൻ്റെയും ഉദ്ദേശം ഇത് തന്നെ. അതിലൊന്ന്, ശ്രീകൃഷ്ണൻ സത്രാജിത്ത് സുതയായ സത്യഭാമയോടൊപ്പം നരകാസുരനെ വധിക്കുവാൻ വേണ്ടി ചെന്ന ചരിതമാണ്. സത്യഭാമ സത്രാജിത്തിന്റെ പുത്രിയാണ്, സുതയാണ്, മകളാണ്. സത്രാജിത്തിനെ നമുക്കറിയാം, പണ്ട് സൂര്യഭഗവാൻ സ്യമന്തകരത്നം ശ്രീകൃഷ്ണന് ആ കൊടുത്ത സത്രാജിത്തിന് കിട്ടിയതും പ്രസേനജിത്തും മരിക്കുന്നതുമായിട്ടുള്ള ശ്രീകൃഷ്ണനെ ഭൂലോക കള്ളൻ എന്ന് വിളിച്ച ഒരു കാലം, മറ്റുള്ളവർ കളിയാക്കിയിരുന്നൊരു കാലം, ചൂടുവെള്ളം കൃഷ്ണന്റെ മുഖത്തേക്ക് ഒഴിച്ച കാലം. കാരണം കൃഷ്ണൻ സ്യമന്തകത്തിന് വേണ്ടി പ്രസേനജിത്തിനെ വധിച്ചു എന്ന തെറ്റായ വാർത്തയുണ്ടാക്കി. സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റി വരും എന്ന യാഥാർത്ഥ്യമുള്ളത് കൊണ്ട് നാം കേൾക്കുന്നത് സത്യമാണോ എന്ന് പോലും അറിയാതെ നാം പല കഥകളും ഫോർവേഡ് ചെയ്യുമ്പോൾ സത്യം ചെരുപ്പിട്ടേയുള്ളൂ. അപ്പോൾ നുണ അപ്പോഴേക്കും ലോകം ചുറ്റി വരും. ഇത് മനസ്സിലാക്കാതെ നമ്മുടെ കയ്യിലുള്ള വിരൽത്തുമ്പിലെ വിസ്മയജാലികയിൽ ഫോർവേഡ് മെസ്സേജുകൾ ദയവ് ചെയ്ത് അയക്കരുത്. അത് അജ്മലായാലും അത് വേറെ ആരുമാകട്ടെ, നമ്മൾ അറിയാത്ത വസ്തുതകൾ ദയവ് ചെയ്ത് ലോകത്തിലേക്ക് നമ്മുടെ കയ്യിലുള്ളതിലൂടെ ഫോർവേഡ് ചെയ്യാതിരിക്കട്ടെ. ശ്രീകൃഷ്ണനും ഇതാണ് സംഭവിച്ചത്. സത്രാജിത്ത് തൻ്റെ കയ്യിലുള്ള സ്യമന്തകരത്നം ശ്രീകൃഷ്ണൻ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ അനുജനായ പ്രസേനജിത്ത് അതുകൊണ്ട് വേട്ടയ്ക്ക് പോയപ്പോൾ അവിടെ വധിക്കപ്പെട്ടു. പക്ഷെ കൃഷ്ണൻ വധിച്ചു എന്ന തെറ്റായ വാർത്തയെന്ന് പറഞ്ഞു ശ്രീകൃഷ്ണനെ കള്ളനാക്കി. തൻ്റെ മേലൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണൻ അത് തെളിയിക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരുങ്ങി പുറപ്പെട്ടിട്ടാണ് ആ സിംഹം വധിച്ചതും ജാമ്പവതിയെ വിവാഹം കഴിക്കുന്നതും ജാമ്പവാനെ തോൽപ്പിക്കുന്നതുമുള്ള ചരിതം നാം കേട്ടിട്ടുണ്ട്. ആ സത്രാജിത്ത് താൻ ചെയ്തു പോയ തെറ്റിൻ്റെ പരിഹാരമായിട്ടാണ് തൻ്റെ മകളായ സത്യഭാമയെ കൃഷ്ണന് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് സത്രാജിത്ത് സുതയാണ് സത്യഭാമ എന്ന് നാം പഠിച്ചു വെക്കണം. ആ സത്യഭാമയോടൊപ്പം ചെന്നത് നരകാസുര വധമാണ്. നരകാസുരനെയും നമ്മൾ മനസ്സിലാക്കണം. ലോകത്ത് കുലീനകളായ സ്ത്രീകൾ, വിവാഹം കഴിക്കാത്ത കന്യകമാർ ആരൊക്കെയുണ്ടോ അവരെ മുഴുവൻ തട്ടിയെടുത്ത് തൻ്റെ ഉപഭോഗത്തിന് വേണ്ടി ഉപയോഗിച്ച അസുരൻ എന്നാണ് ഈ നരകന്റെ പ്രധാന പരിപാടി. അതാണ്. അതുകൊണ്ട് തന്നെ പ്രാഗ്ജ്യോതിഷം എന്ന് പറയുന്ന നരകാസുരന്റെ ആ രാജ്യത്ത് നിന്ന് അവിടെ ചെന്ന് നരകാസുരനെ വധിച്ച് കുലീനകളായ സ്ത്രീകളെ, കന്യകമാരെ മുഴുവൻ ശ്രീകൃഷ്ണൻ അവരെ സംരക്ഷിച്ച് അവരെ എല്ലാവരെയും അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു. സ്വാഭാവികമാണ്, അന്നത്തെ കാലവും ഇന്നത്തെ കാലവും ഒരുപോലെ. ഒരു പുരുഷൻ ജയിലിൽ കിടന്ന് തിരിച്ചു വന്നാലും ആ പുരുഷന് ലോകത്തിൽ ഒരു അംഗീകാരമുണ്ട്. പക്ഷെ ഒരു സ്ത്രീ ജയിലിൽ കിടന്ന് തിരിച്ചു വന്നാൽ സമൂഹം ആ സ്ത്രീയെ അംഗീകരിക്കില്ല. സ്വാഭാവികമായും ശ്രീകൃഷ്ണനാൽ രക്ഷിക്കപ്പെട്ട് അവരവരുടെ വീട്ടിൽ പോയ ഈ സ്ത്രീകളെയെല്ലാം വീട്ടുകാർ പുറത്താക്കി. നാട്ടുകാർ കുറ്റം പറഞ്ഞു, നീ ഒരു സ്ത്രീ ആയിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, പരപുരുഷന്റെ കൂടെ താമസിച്ചില്ലേ, മറ്റൊരുവൻ തട്ടിയെടുത്തില്ലേ? ഈ ചോദ്യങ്ങളെല്ലാം കേട്ട സ്ത്രീകളെല്ലാം ശ്രീകൃഷ്ണ സമീപത്ത് ചെന്ന് കൃഷ്ണനോട് പറയുന്നുണ്ട്, കൃഷ്ണ, ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല സമൂഹം. അങ്ങനെ വന്നപ്പോൾ ശ്രീകൃഷ്ണൻ ഈ സ്ത്രീകളെ, ആ സ്ത്രീകൾക്കൊരെണ്ണമാണ് 16,008 എന്നുള്ളത്, ആ സ്ത്രീകൾക്ക് മുഴുവൻ ഇന്നാണെങ്കിൽ നാഷണൽ വിമൻ സർട്ടിഫിക്കറ്റ്, ദേശീയ വനിത എന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കും. അന്നത്തെ കാലത്ത് ശ്രീകൃഷ്ണൻ ഈ സ്ത്രീകളെ സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ, അവരെ മുഴുവൻ സംരക്ഷിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ശ്രീകൃഷ്ണൻ ഇവർക്കെല്ലാം പതിയായി ഉണ്ടാകും എന്നുള്ളത്. അല്ലാണ്ട് കൃഷ്ണന്റെ ഭാര്യ എന്ന അർത്ഥത്തിൽ നമ്മൾ ഈ ബാലരമ വായിച്ച് ചില കഥകളൊക്കെ കേട്ട് സീരിയലും സിനിമയും കണ്ട ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ട് എന്ന കുട്ടിയുടെ കുട്ടിത്തവും ബാലന്റെ സംസ്കാരവും കാണിക്കാതെ
ആ കഥയുടെ തത്വം മനസ്സിലാക്കൂ. ആ സ്ത്രീകളെ സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിച്ച് അവരെ സമൂഹത്തിൽ അവരുടെ വ്യക്തിത്വം നിലനിർത്താൻ സഹായിച്ചപ്പോൾ അവരെല്ലാം തങ്ങളെ പരിപാലിക്കുന്ന സ്ഥാനത്ത് കൃഷ്ണനെ കണ്ട് ആരാധിച്ചു. സംശയമുള്ളവർ മഹാഭാരതം ഒന്ന് എടുത്തു വായിക്കരുത്, ബാലരമ വായിക്കരുത്, ബാലമംഗളം വായിക്കരുത്, സീരിയല് കണ്ട് കൃഷ്ണന്റെ കഥ ഇതെന്ന് പറയരുത്. ആരെങ്കിലും എഴുതിയ നോവലുകൾ നമ്മൾ ദഹിക്കാത്തത് ഉള്ളിലിറക്കി അയവിറക്കരുത്. മഹാഭാരതം വായിക്കൂ. ഈ സ്ത്രീകളെയെല്ലാം സംരക്ഷിച്ചപ്പോൾ അവരെല്ലാം കൃഷ്ണനെ കണ്ടത് താന്താങ്ങളുടെ പ്രാണനാഥനായിട്ടാണ്, തങ്ങളെ സംരക്ഷിച്ചവനായിട്ടാണ്, തങ്ങൾക്കൊരു കരുതൽ തന്നവനായിട്ടാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച് തിരിച്ചു വന്ന ആ സമയത്തെയാണ് എല്ലാവരും ദീപം കത്തിച്ച് കൃഷ്ണനെയും സത്രാജിത്ത് സുതയായ ഈ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയെയും സത്യഭാമയെയും സ്വീകരിച്ച ദിവസം. ആ ദിവസമാണ് ദീപാവലി എന്ന ഒന്നാമത്തെ ഐതിഹ്യം. രണ്ടാമത്തെ ഐതിഹ്യം, ശ്രീരാമചന്ദ്രൻ രാവണനെ വധിച്ചു. രാവണനെ വധിക്കാൻ 3 കാരണങ്ങളായിരുന്നു. ഒന്ന്, സീതാദേവിയെ തട്ടിയെടുക്കുവാൻ വേണ്ടി രാവണൻ ആദ്യമായി കാഷായ വസ്ത്രത്തെ വ്യഭിചരിച്ചു എന്നതാണ് ഒന്നാമത്തെ കാരണം. നാം ഒരു കാര്യം മനസ്സിലാക്കൂ, അന്നത്തെ കാലത്ത് സത്യസന്ധമായ വസ്ത്രമാണ് കാഷായം എന്നുള്ളത്. സന്യസിക്കുക എന്നത് 3 ഏഷണകളിൽ നിന്ന് ഒരു വ്യക്തി മാറി നിന്നാൽ അദ്ദേഹം സന്യാസി എന്നാണ്. അദ്ദേഹത്തിന് പുത്രേഷണ, പുത്രന്മാരോട് മമത്വമില്ല. വിത്തേഷണ, ധനത്തിനോട്. ലോകേഷണ, എനിക്ക് പ്രത്യേകിച്ചൊരു ലോകവും വേണ്ട. ഇങ്ങനെ 3 ഏഷണകളിൽ നിന്ന് ഒരാൾ എപ്പോഴാണോ മാറുന്നത് അപ്പോൾ അയാൾ സന്യാസിയാണ്, കാവി ധരിച്ചാലും ധരിച്ചില്ലെങ്കിലും. സന്യാസം എന്നതൊരു മാനസിക ഭാവമാണ്. ഈ മാനസിക ഭാവത്തിലേക്ക് ഒരാളെ ഉയർത്തുന്നതാണ് സന്യാസം. അല്ലാതെ ദയവ് ചെയ്ത് കാവി വസ്ത്രം ധരിച്ചവരൊക്കെ സന്യാസി എന്ന് ധരിക്കരുത്. 3 ഏഷണകളിൽ മാറുന്നവൻ. നമുക്ക് മക്കളോടുള്ള പ്രേമം പറഞ്ഞാൽ തീരില്ല, ഒരിക്കലും ജീവിതത്തിൽ സന്യാസം പറഞ്ഞിട്ടുള്ളതല്ല. നമുക്ക് വിത്തം, പണം, സ്വർണം, അങ്ങനെയുള്ളതിനോടെല്ലാം നമുക്ക് ഇന്നും ഒരൊട്ടലുണ്ട്. വീട്ടിലൊരു പൊട്ട് കണ്ടില്ലെങ്കിൽ വീട്ടിൽ വല്ല അണുബോംബ് പൊട്ടും, അതുപോലത്തെ തല്ല നടക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും മമത്വം സൂക്ഷിക്കുന്ന നമുക്ക് സന്യാസത്തിന്റെ സകാരം പോലും ഉച്ചരിക്കാനുള്ള നിലവാരം എനിക്കും നിങ്ങൾക്കും നമുക്കുമില്ല. മൂന്നാമത്തത് ലോകേഷണയാണ്, സ്ഥാനമാനങ്ങൾ. എനിക്ക് കിട്ടേണ്ടത് എൻ്റെതായ സ്ഥലം, എൻ്റെ രാജ്യം, എൻ്റെ കിടക്ക, എൻ്റെ പുതപ്പ്, ഇങ്ങനെ ഈ ലോകത്ത് എനിക്ക് എന്തൊക്കെ വേണോ അതെല്ലാം സംരക്ഷിക്കുന്ന മൂന്നാമത്തെ ഏഷണകളെയും മാറിയ ആ സന്യാസി, സർവസംഘ പരിത്യാഗി, ലോകത്തിന് നന്മ വരുവാൻ വേണ്ടി തപം ചെയ്യുന്ന ആ സന്യാസിയുടെ വസ്ത്രമാണ് കാവി വസ്ത്രം. ഈ കാവി വസ്ത്രം ലോകത്തിൽ ആദ്യമായി വ്യഭിചരിച്ചവനാണ് രാവണൻ. ആ വേഷം കെട്ടിയിട്ടാണ്. സന്യാസിമാരിൽ കുഴപ്പക്കാരില്ല എന്ന അറിവിൽ നിന്നാണ് സീത തൻ്റെ ആശ്രമത്തിൽ വന്ന ഒരു വ്യക്തിയെ ഔപചാരിക മര്യാദകളോടുകൂടി ആതിഥ്യരൂപേണ സ്വീകരിക്കുക. ഭാരതീയ സംസ്കൃതിയാണ് അതിഥി ദേവോ ഭവ എന്നുള്ളത്. അതിഥി എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് എന്നല്ല അർത്ഥം. ദയവ് ചെയ്ത് ആംഗലേയ ഭാഷയും നമ്മുടെ സംസ്കൃതവും കൂട്ടിച്ചേർക്കരുത്. തിഥി ലംഘിക്കുന്നവനാണ് ആ തിഥി. തിഥി സമയമാണ്. സമയത്തെ ലംഘിക്കാൻ ഈശ്വരന് മാത്രമേ സാധിക്കൂ, നമുക്ക് സാധ്യമല്ല. അങ്ങനെ തിഥി ലംഘിച്ച് വിളിച്ചു പറയാതെ വീട്ടിൽ വരുന്നവൻ ആ തിഥി. 5 കൊല്ലത്തിന് ശേഷം വിളിച്ചു പറയുന്നവൻ അതിഥിയല്ല. വീട്ടുകാരൻ പോലും അതിഥിയാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. തിഥി ലംഘിക്കുന്നവനാണ് അതിഥി. ആ അതിഥി വന്നാൽ അദ്ദേഹത്തെ സ്വീകരിക്കണം. ഗസ്റ്റ് എപ്പോഴും നമുക്ക് ശാപമാണ്. മാത്രമല്ല ഗസ്റ്റ് പലപ്പോഴും ഗോസ്റ്റുമാണ്. പലരുടെയും ജീവിതത്തിൽ വന്നു ചേരുന്ന ഗസ്റ്റുകളെ ചിരിക്കാൻ കഴിവുള്ളത് കൊണ്ട്, മനസ്സ് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും ഈ ഗസ്റ്റ് പലപ്പോഴും ഗോസ്റ്റാണ്. പക്ഷേ അതിഥി അതല്ല, അത് ഈശ്വരനാണ്. അതുകൊണ്ട് തന്നെ അതിഥിയെ സ്വീകരിക്കണം. അതുകൊണ്ട് അതിഥിയുടെ ആംഗലേയ ഭാഷയല്ല ഗസ്റ്റ് എന്നുള്ളത്. ഗസ്റ്റ് എന്നുള്ളത് പാശ്ചാത്യന്റെ സങ്കല്പമാണ്. നല്ലതാണ്, വാക്ക് പഠിക്കണം, പക്ഷേ അതല്ല അതിഥി. സീത രാവണനെ കാഷായ വസ്ത്രത്തെയാണ് സ്വീകരിച്ചത്. ആ കാഷായ വസ്ത്രത്തിൽ നിന്ന്
ആ രാവണനാണ് മുടിയിലും വലതു തുടയിലും പിടിച്ച്, രാവണൻ മർമ്മവിദ്യ അറിയുന്നവനാണ്. ഏത് മർമ്മത്തിൽ പിടിച്ചാൽ പിന്നെ ഒരു സ്ത്രീക്കെന്നല്ല, ഒരു പുരുഷനെന്നല്ല, ഒരാൾക്കും അനങ്ങാൻ പറ്റാത്ത വിധം സീതയെ മർമ്മത്തിൽ പിടിച്ചു കൊണ്ടുപോയി. ഇതാണ് ഒന്നാമത്തെ കാരണം രാവണനെ കൊല്ലാൻ. രണ്ടാമത്തെ കാരണം, രാവണൻ യജ്ഞവും യാഗവും സന്യാസിമാരെയും കൊല്ലുന്നു, മുടക്കുന്നു. യാഗം, യജ്ഞം അത് മുടക്കാൻ പാടില്ല. സന്യാസിമാർ ഈ ലോകത്തിന്റെ അറിവിന്റെ വിത്ത് വിതച്ചവരാണ്. അതുകൊണ്ട് രാവണൻ ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിന്റെ, ഭാരതത്തിന്റെ ദണ്ഡകാരണ്യമുണ്ട്, അതായത് കൊങ്കൺ മുതൽ അവിടെയുള്ള വനാന്തരങ്ങളൊക്കെയാണ് പഴയ ദണ്ഡകാരണ്യം, ജനസ്ഥാനം. അതാണ് ഇന്നത്തെ കൊങ്കണോട് ചേർന്നിട്ടുള്ള മഹാരാഷ്ട്രയുടെ, ആന്ധ്രയുടെ അടക്കമുള്ള ആ വനപ്രദേശങ്ങളെല്ലാം അത് ദണ്ഡകാരണ്യമാണ്. ദണ്ഡകൻ എന്ന് പറയുന്ന രാജാവ് ഉണ്ടാക്കിയ നഗരിയാണ്. ആ സ്ഥലത്ത് നടക്കുന്ന യാഗങ്ങളും യജ്ഞങ്ങളും മുടക്കുവാൻ ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി വന്ന്, പണ്ട് LTT-കാരൊക്കെ വന്നതുപോലെ ഇവിടേക്ക് വന്ന് ആ ഭാഗം മുഴുവൻ തൻ്റെ അധീനത്തിലാക്കിയ കടന്നാക്രമണം ചെയ്തവനാണ് രാവണൻ. ഇതാണ് രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റ്, തൻ്റെ പത്നിയായ സീതയെ അതിക്രമിച്ചു കൊണ്ടുപോയവൻ. ഈ മൂന്ന് കാരണം കൊണ്ട് രാമൻ രാവണനെ വധിച്ചു. തിരിച്ചു വന്നപ്പോൾ അയോധ്യവാസികളെല്ലാം ദീപം കത്തിച്ച് ശ്രീരാമചന്ദ്രനെ ആ നാട്ടിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങാണ് ദീപാവലിയുടെ രണ്ടാമത്തെ സങ്കല്പം. ഒന്ന് കൃഷ്ണനുമായും രണ്ട് രാമനുമായും. മൂന്നാമത്തത്, മഹാദേവി മഹാദുർഗ ദാരികനെ വധിച്ച കാളിയുടെ ചരിതം നമ്മൾ കേട്ടിട്ടുണ്ട്. ദാരികാവധവും മൂന്നാമത്തെ ചരിതമാണ്. ജൈനമതത്തിലെ തീർത്ഥങ്കരനായിട്ടുള്ള വർദ്ധമാന മഹാവീരൻ, ആ വീരന്റെ നിർവ്വാണം, അദ്ദേഹത്തിന്റെ സമാധി വരുന്നതും ഇതേ ദിനത്തിലായതുകൊണ്ട് ജൈനമതസ്ഥർ പ്രത്യേക ഭാവത്തിൽ ദീപാവലി ആചരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ 7-8 ചരിതങ്ങളുണ്ട് ദീപാവലി ആചരിക്കുന്നതിൻ്റെ പിന്നിൽ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഒന്നാണ്. കഥ ഏതുമാകട്ടെ, പക്ഷെ ഉദ്ദേശം ഒന്നാണ്. ഏത് കഥ കേട്ടാലും നമുക്ക് സാധാരണ ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ ആ കഥയിൽ നിന്ന് കഥയുടെ തത്വം എടുക്കണം, കഥയെ കളയണം. ഇതാണ് ഈ ഹിന്ദു ധർമ്മത്തിൽ പുരാണ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴുള്ള പഥ്യം. കഥ കേട്ടു, കഥയുടെ തത്വം കിട്ടിയാൽ കഥയെ കളയണം, കഥയെ പിന്നെ ചുമക്കരുത്. കഥയുടെ തത്വം കിട്ടിയോ, അതിൻ്റെ മെസ്സേജ് കിട്ടിയോ, കണ്ടന്റ് കിട്ടിയോ, കണ്ടന്റ് കിട്ടിയാൽ ലെസൺ കളയണം. ഏതുപോലെ? കരിക്ക് കുടിച്ചാൽ കരിക്ക് കളയുന്നത് പോലെ. കരിക്ക് കുടിക്കുമ്പോൾ കരിക്കിൻ്റെ സത്ത് കിട്ടിയില്ലേ? കിട്ടി. ഇനി ആ കരിക്ക് എൻ്റെയാണ് എന്ന് പറഞ്ഞാൽ അത് ഒക്കത്തും വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമോ? ഇല്ല. കൊണ്ടുവന്നാലോ 2 ദിവസം കൊണ്ട് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധപൂരിതമായ വാതകങ്ങൾ, വളരെ മോശമായ അന്തരീക്ഷം ഉണ്ടാകും. ഇതാണ് കഥ ചുമന്നാലുള്ള പ്രശ്നം. നമ്മൾ പലപ്പോഴും നമ്മുടെ ചരിതങ്ങളിലെ കഥയും ചുമന്ന് നടക്കും, തത്വം ഗ്രഹിക്കില്ല. തത്വം ഗ്രഹിക്കാതെ കഥ ചുമന്നാൽ സംശയങ്ങൾ ഉണ്ടാകും. അപ്പോഴാണ് കുട്ടികൾ ചോദിക്കുന്നത്, എന്താ രാവണന് 10 തല? അമ്മ ആകെ ഞെട്ടിപ്പോയി. ഒരു തല തന്നെ, ഒരു മുഖം തന്നെ ശരിയാക്കിയെടുത്ത് ഇവിടെ വരാൻ 1.5 മണിക്കൂർ വൈകി നമ്മൾ. അപ്പോൾ 10 തലയുള്ളവന്റെ, 10 മുഖമുള്ളവന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വടിവൊത്ത മീശരോമങ്ങളെല്ലാം ഒന്ന് വെട്ടി ഒതുക്കണമെങ്കിൽ ഒരു പുരുഷനോട് ചോദിക്കൂ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന്. എത്ര വലിയ കട്ടില് വേണ്ടി വരും. ഈ മണ്ടോദരി എവിടെ കിടക്കുക? ആകെ കൂടി പ്രശ്നമാണ്. അതുകൊണ്ട് 10 തലയ്ക്ക് പിന്നിൽ ഒരു തത്വമുണ്ടെന്ന് മനസ്സിലാക്കി ഈ ചരിതത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. അബദ്ധം പറ്റാതെ അത് സുബദ്ധമാകണമെങ്കിൽ ചരിതം, കഥകൾ കേട്ടോളൂ, അതിൻ്റെ പിന്നിലുള്ള തത്വം മറക്കരുത്. എന്താ തത്വം? തത്വം ഒന്നാണ്. രാവണൻ അധർമ്മത്തിൻ്റെ പ്രതീകമാണ്. നരകാസുരൻ അധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ദാരികൻ അധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ഇവർ ഈ ലോകത്ത് സമാധാനം ഇല്ലാതാക്കുന്നവരാണ്. ലോകത്ത് നിലവിലുള്ള മൂല്യങ്ങളെ ഇല്ലാതാക്കുന്നവരാണ്. അങ്ങനെയുള്ള ശാശ്വത മൂല്യങ്ങളെ ഇല്ലാതാക്കുന്ന അസുരന്മാരാണ് ഇവരെല്ലാം. എന്താ ഉപയോഗിച്ച വാക്ക്? അസുരനാണ്. ആരസുരൻ? ബാലരമ വായിച്ചതുകൊണ്ട് എനിക്കറിയാം. അസുരൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിത്രം വന്നു. വലിയ മീശ, നല്ല പല്ല് വേണം, 2 നീണ്ടത്, പിന്നെ 2 കൊമ്പ് എന്തായാലും വേണം, കാർമേഘ വർണ്ണമായിരിക്കണം, കയ്യിലൊരു കൊടുമ്പാടുണ്ടായിരിക്കണം,
ചിരിക്കാൻ പാടില്ല, ലാസ്യം പാടില്ല, നടനം താണ്ഡവും അട്ടഹാസവുമേ പാടുള്ളൂ, കണ്ടാൽ ബീഭത്സ ഭാവം ഉണ്ടായിരിക്കണം. ഇതല്ലേ അസുരൻ? അല്ല. അസുരൻ എന്നാൽ അസുക്കളിൽ രമിക്കുന്നവൻ. അസു എന്ന് പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, രമിക്കുക, ഭുജിക്കുക, സ്വന്തം കാര്യം സിന്ദാബാദ്, എനിക്ക് വേണ്ടി മാത്രം സമ്പാദിക്കുക, അന്യനെ അവഹേളിക്കുക, അന്യനെ കുറ്റം പറയുക, അവന്റെ സ്വകാര്യതകളിലേക്ക് കടന്നു കയറുക, അവനെ ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക, ഈ ചെയ്യുന്ന സ്വഭാവത്തിന്റെ പേരാണ് അസു. ഇതിൽ രമിക്കുന്നവൻ, ഇതിൽ മുഴുകിയവൻ ആരോ അവന്റെ പേരാണ് അസുരൻ. ഇനി പറ, നമുക്ക് ഈ സ്വഭാവമില്ലേ? നമ്മുടെ തൊട്ടടുത്തിരിക്കണില്ലേ ഈ സ്വഭാവമുള്ളവര്? ഇപ്പൊ നോക്കരുത്, ഇപ്പൊ നേരെ നോക്കിയിരിക്കണം. നമ്മുടെ കൂടെ ജീവിക്കുന്നില്ലേ ഈ സ്വഭാവമുള്ളവര്? അസുരൻ എന്നത് ഏതോ ലോകത്തുള്ള വ്യക്തിയല്ല. അസുരൻ എന്നത് നമ്മുടെ സ്വഭാവമാണ്. നമ്മുടെ സ്വഭാവത്തിൽ അസുരത്വം വരുമ്പോഴാണ് വീട്ടിൽ പലപ്പോഴും മൂന്നാം ലോക മഹായുദ്ധം, പാനിപ്പത്ത് യുദ്ധം ഇതൊക്കെ നടക്കുന്നത്. നമ്മുടെ ഉള്ളിൽ അസുരഭാവം മാറ്റി ദേവത്വം ഉണർത്തണം. ഈ ദേവഭാവം ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ എല്ലാ ആഘോഷങ്ങളും. പക്ഷെ നമ്മളിൽ ഓരോ ആഘോഷം കഴിയുമ്പോഴും ചിലവായിപ്പോയ പണത്തിന്റെ പേരിലുള്ള സംഘർഷം, കൊടുക്കേണ്ടവർക്ക് സ്ഥാനമാനങ്ങളും സമ്മാനങ്ങളും കൊടുക്കാത്തതിന്റെ വഴക്ക് വേറെ, വാങ്ങേണ്ട തുണികളുടെയും സ്വർണത്തിന്റെയും പരാതികളും വലിയ ബാന്ധവും, ഇതൊന്നും നമ്മുടെ ആഘോഷത്തിൽ പെട്ടതല്ല. നമ്മുടെ ആഘോഷം നമ്മളിൽ ദൈവീക ഭാവം ഉണർത്തുക. നമ്മളിലുള്ള ആസുരികതയെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ദൈവീകത ഉണർന്നാൽ ആസുരികത സ്വാഭാവികമായും ഇല്ലാതാകും. അല്ലാണ്ട് ആസുരികതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ഉള്ളിലൊരു നെഗറ്റീവ്, തെറ്റായ ചിന്ത വന്നാൽ ആ ചിന്തയെ മാറ്റാൻ ദയവ് ചെയ്ത് ശ്രമിക്കരുത്. ഒരു നല്ല ചിന്തയെ ഉണ്ടാക്കാൻ മാത്രമേ ശ്രമിക്കാവൂ. ഇന്നലകളിലെ വിപരീത അനുഭവങ്ങളെ ചുമക്കരുത്, ഇന്ന് പുതിയ അനുഭവങ്ങളെ ഉണ്ടാക്കൂ. ഇന്നലകളിൽ ഉണ്ടായ ചില വാക്കുകൾ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകളെ ഓർത്തിരിക്കരുത്, നല്ല നല്ല വാക്കുകളെ സൃഷ്ടിക്കൂ. ബി പോസിറ്റീവ്. നമ്മുടെ ഉള്ളിൽ നല്ല വാക്കുകൾ വന്നാൽ സ്വാഭാവികമായും നമ്മുടെ ശരീരം നല്ല ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഡോപ്പമിൻ അതിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥിതിയിൽ വന്നു ചേരും. അതിമനോഹരമായാൽ ആ അതിമനോഹരമായ ഡോപ്പമിൻ വേണോ? MDMA നല്ല ഔഷധമാണ്. നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം. ആ സന്തോഷം വന്നാൽ കണ്ണിന് ധാരണകളില്ല, ബുദ്ധി പ്രവർത്തിക്കില്ല. അമ്മ അമ്മയല്ല, പെങ്ങൾ പെങ്ങളല്ല, അവരെല്ലാം സ്ത്രീ മാത്രമാണ്. ഇത്രയുള്ള പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിലുള്ള അന്തർഗ്രന്ഥികളെല്ലാം ഡാമേജ് ആവുകയും ശരീരത്തിൽ സ്വാഭാവികമായും ഒരു മനുഷ്യന് വേണ്ട ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയും അമിതമായ ഡോപ്പമിൻ ഇരച്ചു കയറുകയും ചെയ്യുമ്പോൾ ലോകത്തുള്ള സർവ്വതും എനിക്കൊരുപോലെ, എനിക്ക് ഭുജിക്കാനും ഭോഗിക്കാനും മാത്രമെന്ന അസുരവൃത്തിയാണ് അസുരൻ എന്നുള്ളത് നമ്മളിലുണ്ട്. ഒരു ദിവസത്തിൽ തന്നെ നമ്മളിൽ ദേവനുണ്ട്. എത്ര നല്ല സ്വഭാവമായിരുന്നു, 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അസുരനായി. നമ്മുടെ ഉള്ളിൽ മാനവഭാവമുണ്ട്. മാനവൻ എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ, വിചാരം ചെയ്ത് കാര്യകാരണങ്ങളെ തേടുന്നവൻ. ആ വിശേഷ ബുദ്ധിയും വിശകലന ശേഷിയും ഉണ്ടെങ്കിൽ നിങ്ങൾ മാനവനാണ്, മനുഷ്യനാണ്. ഈ 3 ഭാവവും ഒരാളിലുണ്ട്. അപ്പോൾ ദീപാവലി നമ്മളിലുള്ള ദേവഭാവത്തെ ഉണർത്തണം. ആസുരികത സ്വാഭാവികമായും ഇല്ലാതാകണം. പകൽ സമയത്ത് ചന്ദ്രൻ ആകാശത്തിലുണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ലല്ലോ. സൂര്യന്റെ പ്രഭാവം കൊണ്ടാണ്. എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത്? സ്വാഭാവികമായും ചന്ദ്രനെ നാം കാണും. ഇതേപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ സൂര്യവാസനയെ, വെളിച്ചത്തെ, അറിവിനെ നമുക്ക് ഉണർത്താൻ പറ്റിയാൽ, ഉയർത്താൻ പറ്റിയാൽ, നമ്മുടെ ഉള്ളിൽ ഇന്നലകളിലുണ്ടായ ദുരനുഭവങ്ങൾ പലത്, കുട്ടിക്കാലത്ത് സംഭവിച്ച ധാരാളം ചൂഷണങ്ങൾ, ആരോടും പറയാതെ നാം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിഷമങ്ങൾ, സങ്കടങ്ങൾ, അത് മരുമകൾ പറഞ്ഞതോ അമ്മായിയമ്മ പറഞ്ഞതോ എന്തുമാകട്ടെ, ഇന്നും കൊണ്ട് നടക്കുകയാണ്. 27 വർഷങ്ങൾക്ക് മുൻപ് അമ്മായിയമ്മ പറഞ്ഞ ആ വാക്കും കൊണ്ട് നടക്കുന്ന മരുമകൾ, തന്നെ വേണ്ട പോലെ മകളായി സ്നേഹിക്കാത്ത അമ്മായിയമ്മ, തൻ്റെ വൈകാരികമായ ജീവിതത്തെ മനസ്സിലാക്കാതെ തന്നോട് പെരുമാറുന്ന ഭർത്താവ്, ഭാര്യ, ഇതൊക്കെ കൊണ്ട് നടക്കുക. നമ്മൾ കണ്ടാൽ ചിരിക്കാൻ പറ്റില്ല.
കണ്ടാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നലകളിലെ അനുഭവങ്ങളെ മുഴുവൻ മാറ്റിവെച്ച് ഇന്നിൽ പുതിയ ഭാവങ്ങളെ ഉണ്ടാക്കി ദേവത്വം ഉണർത്താൻ നമുക്ക് സാധിക്കുമോ? എങ്കിൽ നമുക്ക് സദാസമയം സന്തോഷമുണ്ടാകും. അതിനൊരാൾ കൂടെ വേണമെന്നില്ല. അവളുണ്ടെങ്കിലേ അവനുണ്ടെങ്കിലേ എനിക്ക് സന്തോഷമാകൂ എന്നത് തെറ്റായ ചിന്തയാണ്. അവനും അവളും ഇല്ലെങ്കിലും എനിക്ക് സ്വയം സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് അനുഭവവും നമ്മളെ സന്തോഷിപ്പിക്കും. ഇല്ലെങ്കിൽ എല്ലാം ദുഃഖിപ്പിക്കും. എന്ത് കിട്ടിയാലും ദുഃഖിക്കും. എനിക്കൊരു അമ്മയെ അറിയാം. ആ അമ്മ സന്തോഷം വന്നാൽ ചിരിക്കില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ചിരിച്ചുകൂടെ? ചിരിച്ചാൽ നാളെ കരയേണ്ടി വന്നാലോ? അതുകൊണ്ട് വേഗം രണ്ട് കവിളത്തും അടിച്ചവർ പറയും, ചിരിക്കല്ലേ ചിരിക്കല്ലേ ചിരിക്കല്ലേ, എന്ത് നാളെ കരയേണ്ടി വരും. ഇവർ ജീവിതത്തിൽ എന്തെങ്കിലും ചിരിക്കുമോ? നാളെ വിഷമിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഇന്നും നരകമാക്കും, നാളെയും നരകമാക്കും. അവർ ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കില്ല. നമ്മുടെയും പ്രശ്നം ഇതാണ്. നമ്മൾ ഇന്ന് ഒന്ന് സന്തോഷിക്കാൻ ഒരു അവസരമുണ്ടെങ്കിൽ സന്തോഷിക്കില്ല. കാരണം എന്താ? ഇന്ന് സന്തോഷിച്ചാൽ നമ്മൾ നാളെ ദുഃഖിക്കും എന്ന ഒരു വിചാരം സീരിയല് കണ്ടോ സിനിമ കണ്ടോ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ പാരമ്പര്യമല്ല. നമ്മുടെ പാരമ്പര്യം ദീപാവലിയുടെ വെളിച്ചം, ദീപാവലിയുടെ ജ്ഞാനം, ദീപാവലിയുടെ ദൈവികത നമ്മുടെ ജീവിതത്തിൽ ഉയർത്താൻ നമുക്ക് പറ്റുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ദീപാവലി എന്ത് എന്നുള്ളത്. ദീപാവലി വെളിച്ചമാണ്. വെളിച്ചം ജ്ഞാനമാണ്. വെളിച്ചം എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വേണം. നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വേണ്ടേ? വെളിച്ചമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്നും പ്രകാശമാനമാകും. ആ പ്രകാശമാനമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളും കർത്തവ്യങ്ങളും പ്രവർത്തികളുമാണ് വെളിച്ചം തരിക. അതുകൊണ്ട് ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മൾ ദയവ് ചെയ്ത് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസ്കൃതി, ഇത് മൂന്നും സംരക്ഷിക്കണം. നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസ്കൃതി. ഇന്ന് നമുക്ക് ഒരു പ്രശ്നം പറ്റി. ആ പ്രശ്നം ഇതാണ്: നമ്മൾ നമ്മുടെ സംസ്കാരവും നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ നാടിൻ്റെ തനിമയും മറന്ന് നാം ഏതോ ആളാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് സിനിമ, അതിനനുസരിച്ച് വാർത്തകൾ, അതിനനുസരിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന നവമാധ്യമങ്ങൾ, ഇതിലെല്ലാം പെട്ട് നമ്മൾ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ച്, പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകും, ചിലർക്ക് യൂറോ എന്ന് പറഞ്ഞാലേ മനസ്സിലാകൂ. ഏതായാലും നമ്മുടേതല്ലാത്ത വൈദേശികമായ ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇന്ന് നമ്മൾ ഭാരതീയർ എന്ന് പറയുന്നവർ. നമുക്ക് നമ്മുടെ സംസ്കൃതി നമ്മൾ മറന്നു. ഒരു 6 ഉദാഹരണം നോക്കണം. എന്നിട്ട് പറയണം, നമ്മൾ ശരിക്കും നമുക്കൊരു വിശാലതയുണ്ട്. നമ്മളൊരു സനാതനമാണ്. നമുക്ക് മതത്തിൻ്റെ ചട്ടക്കൂടൊന്നും നമുക്കില്ല. മതമായാൽ ആ സംസ്കാരം നശിക്കും. മതവും സംസ്കാരവും രണ്ടാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. ഹിന്ദു എന്ന് പറയുന്നതിൽ മതമില്ല. മതമുണ്ടായാൽ ഹിന്ദു നശിക്കും. ഹിന്ദുവിന് ഈ ലോകത്തിലെ എല്ലാവരെയും സ്വീകരിക്കാൻ പറ്റണം. അവന്റെ പേരാണ് ഹിന്ദു, സനാതനം എന്നൊക്കെ പറയുന്നത്. അവന് ഈ ലോകത്തെ സർവ്വരും ഒരുപോലെയാണ്. ഈ ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളും അവന് ഒരുപോലെയാണ്. അവന്റെ കുടുംബമാണ്. സർവ്വനും ഒന്നാണ്. ജാതി മത സമ്പ്രദായങ്ങളൊന്നുമില്ലാത്തതിൻ്റെ പേരാണ് സനാതനം, ഹിന്ദു എന്നൊക്കെ പറയുന്നത്. ഇതാണ് സംസ്കാരം. ഈ സംസ്കാരം നശിച്ച് നമ്മളെല്ലാം മതമായി തീർന്നാൽ നമ്മുടെ സംസ്കൃതി, ഈ ഭാരതം നശിച്ച് നാമാവശേഷമാണ്. അതിനെ നശിപ്പിക്കുന്ന 6 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അതിൽ പലതും നിങ്ങൾക്ക് ഇഷ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഈ കാര്യം ഒന്ന് നല്ല പോലെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വിചാരം ചെയ്യണം, ചിന്തിക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ സംസ്കൃതിയെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ നാരായ വേരുകളെ നനച്ചു വളർത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക അമ്മമാർക്കാണ്, സ്ത്രീകൾക്കാണ്. പുരുഷന്മാർക്ക് പലപ്പോഴും വ്യക്തി സുരക്ഷ മാത്രമേ പറ്റൂ. ഈ പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിക്കണേ. ഒരു പുരുഷനെ ഒരു വീട്ടിൽ ആവശ്യം ഒരു സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. വ്യക്തി സുരക്ഷയാണ് ഈ പുരുഷന്റെ ലക്ഷണം. ഒരു സ്ത്രീ എന്തിനാണ് പുരുഷനെ സ്വീകരിക്കുന്നത്? അവൾക്ക് വൈയക്തികമായ ഒരു സുരക്ഷ വേണം, ഒരു കരുതൽ വേണം. പക്ഷേ ഒരു ഗൃഹം കൊണ്ട് നടക്കുന്നത് പുരുഷനല്ല, സ്ത്രീയാണ്.
ഇതിൽ സംശയം ഉണ്ടാകരുത്. പുരുഷനെ കൊണ്ട് ഒരു വീട് നോക്കാൻ പറ്റില്ല. അവൻ പണം ഉണ്ടാക്കി കയ്യിൽ തരും, നീ നോക്കിക്കോ എന്ന് പറയും, നീ കൊടുത്തോ എന്ന് പറയും. അവന് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുരുഷൻ വൈയക്തിക സുരക്ഷയുടെയും സ്ത്രീ കുടുംബ സുരക്ഷയുടെയും വ്യക്തിത്വമാണ്. ക്ലിയറാണേ? സ്ത്രീക്ക് വൈയക്തികമായി സുരക്ഷ വലിയ കഷ്ടമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത്. അതുകൊണ്ട് ഒരാൾ എപ്പോഴും വേണം. എനിക്കെന്തിനാ, എനിക്ക് ഡ്രൈവിംഗ് അറിയാം, എനിക്ക് പാസ്പോർട്ട് ഉണ്ടോ, എൻ്റെ കയ്യിൽ ധാരാളം അക്കാദമിക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നാലും ഒരു സുരക്ഷിതത്വം നല്ലതാണ്. അത് പുരുഷൻ തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ അവന് കുറച്ചുകൂടി കരുത്തുണ്ട്. ഒറ്റ നോട്ടത്തിൽ മാനസിക കരുത്ത് പുരുഷനില്ല, ഒട്ടുമില്ല. അത് സ്ത്രീക്കേ ഉള്ളൂ. ഒരു കുടുംബം പുലർത്തുന്നത് എപ്പോഴും സ്ത്രീ ആയിരിക്കും. പുരുഷൻ വൈയക്തികമാണ്, വ്യക്തി സുരക്ഷ മാത്രമേ ഉള്ളൂ. ഇത് മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും നിങ്ങൾ എടുത്തോളൂ. എല്ലാ ജീവജാലങ്ങളിലും കുടുംബ സുരക്ഷ എല്ലാ ജീവജാലങ്ങളിലും സ്ത്രീയാ ചെയ്യുന്നത്. തെങ്ങിൽ പട്ടയിൽ ഒരു കൂട് കൂട്ടുന്ന ആ തൂക്കണാംകുരുവി എന്നൊക്കെ പറയുന്ന കുരുവിയെ കണ്ടിട്ടില്ലേ? ആ കൂട് കണ്ടിട്ടുണ്ടല്ലോ. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഇന്നില്ല. ഈ കൂട് നെയ്യുന്നത് ആരാ? ആണാണോ പെണ്ണാണോ? പെൺപക്ഷിയാണ്. ഈ പെൺപക്ഷി ഒരു കൂട് കൂട്ടുവാൻ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെക്കാൾ ബുദ്ധിയുണ്ട് അവർക്ക്. അവരൊരു തെങ്ങിൻ്റെ പട്ട തിരഞ്ഞെടുക്കുമ്പോൾ ആ പട്ട എൻ്റെ കൂട്ടിൽ ഞാനിടുന്ന മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ പറന്നു പോകാൻ പറ്റുന്ന കാലത്തോളം ഈ പട്ട നിലനിൽക്കുമോ എന്നവർ ആദ്യം ചിന്തിക്കും. നമ്മൾ തോന്നിയ സ്ഥലത്ത് തോന്നിയ പോലെ പണം കൊണ്ടിട്ട് അത് പോയി കളഞ്ഞ് കരയുന്നവരാ. പക്ഷെ അവർ ആലോചിക്കും. എന്നിട്ടോ ആ തെങ്ങ് കയറുന്നവനെ കയ്യെത്താത്ത ദൂരം നോക്കി ഒരു പട്ട ദീർഘകാലം നിലനിൽക്കുന്ന ഒരു പട്ടയുടെ ഏറ്റവും അറ്റത്ത് അവർ ഈ വാഴയുടെ നാരും ഈ നെല്ല് അതിൻ്റെ നാര് ഒക്കെ ഉപയോഗിച്ച് അവർ സുന്ദരമായ ഒരു കൂട് നെയ്യും. ആ കൂട് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കൂടിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങാത്തതായിരിക്കണം കൂട് എന്ന് ഉണ്ടാക്കുന്ന ഈ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് ആ കൂടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരാത്ത തരത്തിൽ താഴെ നിന്നാണ് അതിലേക്ക് കയറാൻ പറ്റുക. അതുകൊണ്ട് പാമ്പിന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധ്യമല്ല. 3, അതിൻ്റെ ഉള്ളിലിടുന്ന മുട്ട താഴെ നിന്ന് വാതിലുകൾ ഉണ്ട് എങ്കിൽ ആ മുട്ട ഉരുണ്ടുപോകില്ലേ? ഇല്ല. അതിൻ്റെ ഉള്ളിൽ മുട്ടയ്ക്ക് ഇരിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രത്യേക മുറി ഉണ്ടാക്കും ആ പക്ഷി. ഇതൊരു കിളിയുടെ കാര്യമാണ്. സ്ത്രീയാണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാ കൺസ്ട്രക്ഷനും സുന്ദരമായ സർവ്വതും ഉണ്ടാക്കിയത് ഈ പെൺപക്ഷിയാണ്, ആൺപക്ഷിയല്ല. എല്ലാം എടുത്തോളൂ. വണ്ടിനെ എടുക്കൂ, പൂമ്പാറ്റയെ എടുക്കൂ, ഈ ഫൈക്കസ് വർഗത്തിൽപ്പെട്ട ആൽമരങ്ങൾ നിലനിൽക്കുന്നതിന് കാരണമായ ഫൈക്കസ് വർഗത്തിൽപ്പെട്ട വണ്ടുകളെ എടുക്കൂ. നിങ്ങൾ ഏതും എടുത്തോളൂ. അതെല്ലാം സാധിക്കുന്നത് അമ്മയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അമ്മമാർ കാതോർത്ത് ദയവ് ചെയ്ത് കേൾക്കണം. അല്ലെങ്കിൽ ഈ സംസ്കൃതി നശിക്കും, ഭാരതം നശിക്കും, ഈ സനാതനമായ മൂല്യങ്ങൾ നശിക്കും. അതിലൊന്നാമത്തത്, നമുക്ക് വലിയ പരാനുകരണമാണ്, നമ്മുടെ സംസ്കാരമാണോ എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ പരാനുകരണം ചെയ്യുന്ന ചില ഇടങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ഈശ്വര സങ്കല്പമാണ്. എങ്ങനെയാണോ സെമിറ്റിക് മതങ്ങൾ അവരുടെ ഈശ്വരനെ കാണുന്നത്, അതുപോലെയാണ് നമ്മളും നമ്മുടെ ഈശ്വരനെ കാണുന്നത്. ഞാൻ സെമിറ്റിക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, മോശയുടെ മകനാണ് ഷെമ്മ്. ഷെമ്മിന്റെ വംശപരമ്പരയാണ് ഷെമിറ്റിക് അഥവാ സെമിറ്റിക്. ക്രിസ്ത്യൻ, ഇസ്ലാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മതവിഭാഗങ്ങളെല്ലാം ഒരച്ഛൻ്റെ മക്കളാണ്. അവര് ആകെ തുക പറയുന്ന പേരാണ് സെമിറ്റിക് എന്നുള്ളത്. ആ മതമുണ്ടായ കാലത്ത് ലോകത്ത് അത് ആവശ്യമായിരുന്നു. ഒരു മനുഷ്യനെ ഉയർത്താൻ, വികസിപ്പിക്കാൻ പറ്റിയ ചിന്തകളാണ്, അതിനനുസരിച്ച ഗ്രന്ഥങ്ങൾ, അതിനനുസരിച്ച പ്രവാചകന്മാർ, സത്യനിഷ്ഠരായ വ്യക്തിത്വങ്ങൾ. അവരവരുടെ മതത്തെ വളർത്തി. വീണ്ടും ശ്രദ്ധിക്കണം, അതുണ്ടായ നാടിൻ്റെ സാഹചര്യത്തിനനുസരിച്ചാണ് അതുണ്ടായത്. എന്നാൽ സനാതനധർമ്മം ഉണ്ടായത് ഭാരതത്തിലാണ്. ഭാരതത്തിൽ വന്നപ്പോൾ ഭാരതത്തിലൊരു ജീവിത രീതിയുണ്ട്. ആ ജീവിത രീതിയിൽ ഒന്ന് ഇവിടുത്തെ ഈശ്വര സങ്കല്പമാണ്. ദയവ് ചെയ്ത് സെമിറ്റിക് മതങ്ങൾ അവരുടെ ദൈവത്തെ അതുപോലെ കാണട്ടെ, നമ്മുടെ ദൈവസങ്കല്പം അതല്ല. ഞാനത് പറയാൻ എന്താ കാരണം എന്ന് അറിയൂ. ഞാൻ ഈ അടുത്ത് ഒരമ്മ വളരെ വേഗത്തിൽ പോവുകയാണ്. അപ്പോൾ തൊട്ട് പിന്നിൽ ഞാൻ നടക്കുന്നുണ്ട്.
ഈ കോടാലി ഇടയാട്ട് ക്ഷേത്രം കഴിഞ്ഞ് ഈ അമ്മ എന്തോ ആലോചിച്ച് വേഗം പോയി. ഒരു 50 മീറ്റർ മുന്നിൽ പോയി. അപ്പോൾ അമ്മ ആലോചിച്ചത് അവിടേക്ക് നോക്കി ഒന്ന് തൊഴുതില്ലല്ലോ എന്ന്. അമ്മയ്ക്ക് ആകെ പ്രശ്നമായി. അമ്മ അവിടെ കുറച്ചു നേരം നിന്നു. ഇനി ഞാൻ തൊഴാതിരുന്നാലോ? തീർച്ചയായും അമ്മയുടെ മനസ്സിൽ കുറെ പ്രശ്നമുണ്ടാകും. ദൈവം എന്നെ ശിക്ഷിക്കും, എന്നോട് ദേഷ്യം വിചാരിക്കും, എനിക്ക് അപകടം വരും. അതുകൊണ്ട് അമ്മ തിരിച്ചു വന്ന് ഒരു 4 എണ്ണമാണ് എന്നിട്ട് തിരിച്ചങ്ങ് പോയി. അവർക്ക് സന്തോഷമായി. ഇത് ഏത് മതമാണ്? ഇത് ഹിന്ദു സംസ്കാരമല്ല, ഭാരതീയമല്ല. കാരണം ഞാൻ ചെന്നാൽ, ഞാൻ വിഷ് ചെയ്താൽ, ഞാൻ എന്തെങ്കിലും കൊടുത്താൽ എൻ്റെ ഈശ്വരൻ എന്നോട് പ്രത്യേക സ്നേഹം. അങ്ങനെയൊക്കെ ഉണ്ട്. പ്രത്യേക സ്നേഹമുണ്ടെങ്കിൽ അത് ഈശ്വരനല്ല, അത് മനുഷ്യ സ്വഭാവമാണ്. ചോദിച്ചാലേ തരൂ എന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഭർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരുന്നിട്ട് എത്ര സമയമായി, നീ എനിക്കൊരു ചായ തന്നില്ലല്ലോ. അത് നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ചോദിച്ചാലേ തരൂ സുഹൃത്തെ, ചോദിച്ചാലേ തരൂ. കൊടുത്താലേ സന്തോഷിക്കൂ. ചോദിച്ചില്ലെങ്കിൽ തരില്ല, പരിഗണിച്ചില്ലെങ്കിൽ വിഷമം. ഇതൊന്നും സനാതനമായ ഹിന്ദുവിന്റെ ദൈവസങ്കല്പമല്ല. നിങ്ങൾ ചെന്നാലും നിങ്ങളെ ഇഷ്ടം, ചെന്നില്ലെങ്കിലും നിങ്ങളെ ഇഷ്ടം, കൊടുത്താലും ഇഷ്ടം, കൊടുത്തില്ലെങ്കിലും ഇഷ്ടം, നിങ്ങൾ പരിഗണിച്ചാലും ഇഷ്ടം. നിങ്ങൾക്ക് വേണ്ടത് യഥാവിധി യഥാസമയം നിങ്ങൾക്ക് തരുന്ന പ്രേമസ്വരൂപനാണ് സനാതന ധർമ്മത്തിലെ ഈശ്വരൻ. മനസ്സിലാക്കണേ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈശ്വര ഭയം നമുക്കില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. ഈശ്വര പ്രേമമുള്ളൂ. നമുക്ക് ഈശ്വരനോട് പേടിയെന്ന്. നമ്മൾ ചെയ്യുന്ന കണക്കുകളൊക്കെ മുകളിലിരുന്ന ഒരാൾ എഴുതും. അത് കട്ടു, ഇത് കട്ടു, ആവശ്യമില്ലാണ്ട് സെൽഫി എടുത്ത് അയച്ചു, ആവശ്യമില്ലാണ്ട് അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന എല്ലാ കള്ളത്തരങ്ങളും മുകളിലിരുന്ന് എഴുതി ഈ കണക്കുകളെല്ലാം നിരത്തി നമുക്ക് വേണ്ട സ്വർഗ നരകങ്ങളൊക്കെ തിരിച്ച് കുറെ പേര് സ്വർഗത്തിലും കുറെ പേര് നരകത്തിലും അയക്കുന്നവനല്ല നമ്മുടെ ഈശ്വര സങ്കല്പം. അത് കണക്കപ്പിള്ളയല്ല, CA കഴിഞ്ഞ് കണക്കെഴുതുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ട് അല്ല ഈശ്വരൻ. ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. നമുക്ക് ഭയമാണ്, സർവ്വതിലും ഭയം. തിരി കെട്ടാൽ ഭയം, തിരി കെട്ടില്ലെങ്കിൽ ഭയം. നമുക്കെല്ലാം ഭയം. ക്ഷേത്രത്തിൽ ചെന്നൊന്ന് ചുമച്ചു, അയ്യോ പ്രശ്നമാവോ? നിങ്ങൾ പോവരുത്, ദയവ് ചെയ്ത്. നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് പോവരുത്, ആ കുട്ടികളെ നശിപ്പിക്കരുത്. നോക്കൂ, നിങ്ങൾ പൂർണ്ണ മനസ്സാൽ എന്ത് ചെയ്തോ അതാണ് സത്യം. അതിൽ സംശയം ഉണ്ടാവരുത്. നമ്മുടെ ഈശ്വരൻ പ്രേമസ്വരൂപനാണ്. ഇതറിയണമെങ്കിൽ ഭാഗവതത്തിൽ 100,000 കഥകൾ. ഈ കഥകൾ എന്തിനാ? ഈ കഥകൾ ഇങ്ങനെ തന്നെ ഉണ്ടായി എന്ന് ദയവ് ചെയ്ത് വിശ്വസിക്കരുത്. മറിച്ച് ഈ കഥകൾക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഈ കഥ പറയുന്ന സമയത്ത് അതിലൊരു ഉദ്ദേശമേ ഉള്ളൂ. അതിലൊന്നാണ് പ്രഹ്ലാദന്റെ ചരിതം. പ്രഹ്ലാദ ചരിതം നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. പ്രഹ്ലാദനെ അച്ഛനായ ഹിരണ്യകശിപു എത്ര ദ്രോഹ ചെയ്യണത്. മതയാനയുടെ മുന്നിലേക്ക് 7 വയസ്സ് തികയാത്ത കുഞ്ഞിനെ വലിച്ചെറിയുക, ചീറിയടിക്കുന്ന കടലലമാലകളിലേക്ക് കുഞ്ഞിനെ വലിച്ചെറിയുക, പഞ്ചാഗ്നി മധ്യത്തിലേക്ക് വലിച്ചെറിയുക, മണ്ണിലിട്ട് മൂടുക, ഇങ്ങനെ തുടങ്ങി ശരീരത്തിൽ ശൂലം കുത്തി മുറിവേൽപ്പിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ കുഞ്ഞ് ചിലപ്പോൾ കരയും, ചിലപ്പോൾ ചിരിക്കും. പക്ഷെ പരാതിയില്ലാതെ ഇതെല്ലാം അച്ഛൻ തനിക്ക് തരുന്ന സമ്മാനങ്ങൾ എന്ന് കരുതി ഈ കുഞ്ഞിനെല്ലാം സ്വീകരിച്ചു. പക്ഷേ അമ്മയായ കയാതു, പ്രഹ്ലാദന്റെ അമ്മയുടെ പേര് മറക്കരുത്, കയാതു എന്ന് പറഞ്ഞേ, നല്ല പേരാണ്, ഇടാൻ പറ്റിയ പേരാണ്. ഈ കയാതു തന്റെ കുഞ്ഞിനോട് പറഞ്ഞു, എൻ്റെ മോനെ, നീ ഏതായാലും അച്ഛനെതിരാണ്. അച്ഛന്റെ നാമം ജപിക്കാൻ പറഞ്ഞു. ഈ കുഞ്ഞ് ശ്രീഹരിയുടെ, നാരായണന്റെ, ലക്ഷ്മി വല്ലഭന്റെ, മഹാവിഷ്ണുവിന്റെ മാത്രം നാമമേ ജപിക്കും. നാരായണായ നമ എന്ന് ജപിക്കും. അതുകൊണ്ട് നീ നിന്റെ നാരായണനോട്, നിന്റെ ശ്രീഹരിയോട് ഒന്ന് പറ, നിന്നെ രക്ഷിക്കാൻ. നീ എന്തിനാ ഈ പീഡകൾ അനുഭവിക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നീ എന്തിനാ സങ്കടപ്പെടുന്നത് കുഞ്ഞെ? നിന്റെ നാരായണൻ ലക്ഷ്മി വല്ലഭൻ ശ്രീഹരി നിന്നെ രക്ഷിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ 7 വയസ്സുകാരൻ നിഷ്കളങ്കമായ ചുണ്ടുകൾ വിടർത്തി അമ്മയോട് പറഞ്ഞു, അമ്മ, രക്ഷിക്കേണ്ടവന് രക്ഷിക്കണമെന്ന ബോധമുള്ള കാലത്തോളം രക്ഷിക്കണേ എന്ന് ഞാൻ ചോദിക്കണോ അമ്മ? 7 വയസ്സുകാരൻ്റെ ഈശ്വര സങ്കല്പം കണ്ടോ? രക്ഷിക്കേണ്ടവനായ ഈശ്വരനോട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിച്ചാലേ രക്ഷിക്കുമെങ്കിൽ അത് സനാതനമല്ല, ഹൈന്ദവമല്ല, ഭാരതീയമല്ല.
ഒരു കുഞ്ഞ് വിളക്കിന്റെ അടുത്തേക്ക്, അഗ്നിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മ ഇത് കണ്ടിരിക്കുക. അപ്പോൾ ഈ കുഞ്ഞിന്റെ കൈ പൊള്ളിയിട്ട് ഈ കുഞ്ഞ് കരഞ്ഞു വിളിക്കണോ അമ്മയെ രക്ഷിക്കണേ എന്ന്? അതോ അമ്മ തന്റെ കുഞ്ഞിനൊരു അപകടം പറ്റാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ്, അറിഞ്ഞുകൊണ്ടല്ല, അറിയാത്ത പ്രായത്തിൽ ചെയ്യുന്ന തെറ്റിനെ അമ്മ ചെന്ന് കുഞ്ഞിനെ രക്ഷിക്കും. കുഞ്ഞ് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് രക്ഷിച്ചതാണോ? ഒരു കത്തിയോ ബ്ലേഡോ ഇരിക്കുന്നതിന്റെ അടുത്തേക്ക് ഒരു കൊച്ചുകുഞ്ഞ് കാൽമുട്ടിലിഴഞ്ഞു ചെല്ലുമ്പോൾ അമ്മയും അച്ഛനും ആരായാലും ഈ കുഞ്ഞിനെ രക്ഷിക്കില്ലേ? എൻ്റെ കുഞ്ഞിനൊരു അപകടം പറ്റുമെന്ന് അറിഞ്ഞ് രക്ഷിക്കും. അത് ഈ കുഞ്ഞ് അലറിക്കരഞ്ഞ് വിളിച്ചിട്ടാണോ? അല്ല. രക്ഷിക്കേണ്ടവന് രക്ഷിക്കണമെന്ന ബോധമുള്ള കാലത്തോളം രക്ഷിക്കണമെന്ന് പറയണോ? ദയവ് ചെയ്ത് ഈശ്വരനെ ഭയക്കരുത്. പേടിച്ചാൽ അത് ഈശ്വരനല്ല, ഈശ്വര പ്രേമമാണ് നമ്മുടെ സങ്കല്പം. ദയവ് ചെയ്ത് ഈശ്വരനെ ശപിക്കുന്ന ആളല്ല. ഒരാളെയും ശപിക്കില്ല, ഒരാളെയും ശപിക്കില്ല. അതൊക്കെ ഈശ്വരൻ നോക്കിക്കോളും. പുള്ളിക്ക് ആ പണിയൊന്നുമല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നല്ല കർത്തവ്യം ചെയ്തോളൂ, നല്ല അനുഭവങ്ങൾ നമുക്ക് വരും. നിങ്ങൾ ഒരാളെ നോക്കി ചിരിച്ചാൽ പെട്ടെന്ന് അയാൾ ചിരിച്ചില്ലെങ്കിലും 2-3 തവണ നിങ്ങൾ ചിരിച്ചാൽ അദ്ദേഹം ചിരിക്കും. നിങ്ങൾ മുഖം കയറ്റി നടന്നാൽ അവർ നിങ്ങളുടെ മുഖത്തും മുഖം കയറ്റി നടക്കും. നമ്മൾ എന്ത് ചെയ്യുന്നതോ അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ഇത് കർമ്മസിദ്ധാന്തമാണ്. കർമ്മമാണ് നമ്മളെ സംബന്ധിച്ച് ഈശ്വരൻ. ആ ഈശ്വരൻ നമുക്ക് വേണ്ടത് യഥാസമയം യഥാവിധി തരും. ദയവ് ചെയ്ത് നമ്മൾ സെമിറ്റിക് മതങ്ങളുടെ പോലെ നമ്മളെ ശിക്ഷിക്കുന്ന, നമ്മളെ ചാട്ടവാറെടുത്തടിക്കുന്ന, നമുക്ക് നരകം വിധിക്കുന്ന, നമ്മളെ ദുഃഖിപ്പിക്കുന്ന അതൊന്നും ഈശ്വരന്റെ പണിയല്ല. നമ്മുടെ കർമ്മം, നമ്മുടെ പ്രാരബ്ധം നമുക്ക് തന്നതാണ്. ഒന്ന്. രണ്ടാമത്തത് അതിദയനീയമാണ്, അത് വിവാഹമാണ്. ഇന്ന് ഒരു സനാതനമായ ഹൈന്ദവമായ വിവാഹമില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്നതെല്ലാം സെമിറ്റിക് മതങ്ങൾ എങ്ങനെ വിവാഹം നടത്തി അതുപോലെ നമ്മൾ നടത്താൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ വിവാഹ സങ്കല്പം വലിയ കഷ്ടം. ഈ കഷ്ടം നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. വിവാഹം ഒരു സംസ്കാരമാണ്. നമ്മുടെ ഷോഡശ കർമ്മങ്ങളിൽ ഏറ്റവും പവിത്രമാണ് വിവാഹം. സംസ്കാരമാണ്. വിവാഹം ഒരു യജ്ഞമാണ്. ഒരു യജ്ഞത്തിൽ അഗ്നി കൊളുത്തി അഗ്നിയെ ജാതവേദസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? കേട്ടില്ല? ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ജാതവേദസ് എന്ന് വിളിക്കുക. ഈ ജാതവേദസ് സഹസ്രകിരണനും അഗ്നിവർണ്ണനും പ്രചണ്ഡകിരണനും ആദിമ സൃഷ്ടാവും സർവ്വതിൻ്റെയും അടിസ്ഥാനം അഗ്നിയാണ് നമുക്ക്. അതുകൊണ്ട് ഋഗ്വേദത്തിൽ ആദ്യത്തെ മന്ത്രവും അഗ്നിനീളെ പുരോഹിതം യജ്ഞസ്യ ദേവ എന്ന് തുടങ്ങിയിട്ട് അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ്. അഗ്നിയാണ് കാണാൻ പറ്റുന്ന ഈശ്വരൻ. മറ്റൊന്നും നമുക്ക് കാണാൻ പറ്റുന്നതല്ല, നമ്മൾ സങ്കല്പം ചെയ്തതാണ്. അഗ്നി കാണാൻ പറ്റുന്ന പ്രത്യക്ഷ സൂര്യന്റെ ഭാവമാണ്. ഈ അഗ്നി കൊളുത്തിയിട്ടാണ് വിവാഹം. ആ വിവാഹത്തിൽ ദയവ് ചെയ്ത് നമ്മൾ മാംസാഹാരം, മദ്യം ഉപയോഗിക്കരുത്. സനാതനമല്ല, ഹൈന്ദവമല്ല, നമ്മുടേതല്ല. അതൊരു യജ്ഞമാണ്. യജ്ഞത്തിൽ പ്രാർത്ഥനകളും അനുമോദനങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതം സമ്പന്നമാകണമെന്ന ആഗ്രഹവുമാണ് മൊത്തത്തിൽ വിവാഹം. അത് ഫോട്ടോഷൂട്ടല്ല, അതെന്താ മെഹന്തി അല്ല, അത് സേവ് ഔട്ട് ഡേറ്റോ ഒന്നുമല്ല. ദയവ് ചെയ്ത് ആരോ കാണിച്ച ചിലതരം പൊട്ടത്തരങ്ങളെ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്നതിന് നമ്മുടെ വീടുകളിൽ ദയവ് ചെയ്ത് നടത്തരുത്. ഇത് തികച്ചും സംസ്കാര വിരുദ്ധം, പ്രതിസംസ്കാരം മാത്രമാണ്. വിവാഹം ആഘോഷത്തിനുള്ളതല്ല, ആടാനും പാടാനുമുള്ളതല്ല. അതിന് വേറെ എത്രയോ മേഖലകളുണ്ട്. അത് യജ്ഞമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. വിവാഹത്തിൻ്റെതായ സനാതനമായ ഒന്നും നമ്മുടെ വീടുകളിൽ ഇന്ന് നടക്കുന്നില്ല. ഇന്ന് വിവാഹം ചിന്തിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. പാരൻസിന് ഒരു റോളും ഇല്ല. പാവം പിടിച്ച 2 എണ്ണം അവിടെ നോക്കുകുത്തികളാകും. കുട്ടികൾ തീരുമാനിക്കും എന്ത് വേണമെന്ന്. ഇതാണോ വിവാഹം? വിവാഹത്തിനൊരു പാരമ്പര്യത്തിന്റെ മഹത്വമുണ്ട്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങളൊക്കെ പലരും വിവാഹം കഴിച്ചവരല്ലേ? വധു വരന്റെ ഗൃഹത്തിലേക്ക് കയറുന്ന ഒരു സമയം കുറിക്കും. ഉച്ച സമയത്തോ 2 മണിക്കോ 3 മണിക്കോ ഒക്കെ. അത് ഓർമ്മയുണ്ടല്ലോ, പോയവർക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശരി, അങ്ങനെ കയറുന്ന ഒരു സമയം.
ഈ സമയത്ത് ഇന്നത്തെ കുട്ടി സ്ലിം ബ്യൂട്ടിയാണ്. ഈ മെലിച്ച രോഗം എന്ന് പറഞ്ഞ രോഗമുണ്ട്, അതിൻ്റെ പേരാണ് ഈ സ്ലിം ബ്യൂട്ടി. ശരീരത്തിൽ ആവശ്യമുള്ള ഒരു ഹോർമോൺ ഉണ്ടാവില്ല, ഒരു വൈറ്റമിനും ഉണ്ടാവില്ല, ആകെ അവനവന് തന്നെ നടക്കാൻ പറ്റാത്ത സ്ഥിതി നിൽക്കട്ടെ. ഈ മെലിഞ്ഞതാണ് സൗന്ദര്യം എന്നൊരു തെറ്റായ ധാരണ വന്നു. വിശ്വസുന്ദരിമാരിൽ 3 പേരാണ് മെലിച്ച രോഗം കൊണ്ട് മരിച്ചത്. വായിക്കുമ്പോൾ എല്ലാം വായിക്കും. അത് മാനുഷി ചില്ലറോ യുക്താമുഖിയോ ഒന്നുമല്ല, മറിച്ച് ഈ ഭക്ഷണം, അന്നം, ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനും എല്ലാം കിട്ടണമല്ലോ. ഇതെല്ലാം കഴിച്ച ആ കുഞ്ഞല്ല ഇന്നത്തെ കുഞ്ഞ്. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു 1.5 കിലോ ഭാരമുള്ള ഒരു നല്ല കാഞ്ചീപുരം പട്ടും ധരിക്കും, അപ്പൊ തന്നെ ആടാൻ തുടങ്ങും. അതിന്റെ കൂട്ടത്തിൽ കിട്ടാവുന്ന ഗോൾഡ്, കാരണം ഗോൾഡ് ആണല്ലോ വിവാഹം, അപ്പൊ അതും കുറച്ചുണ്ട്. ആ വെയിറ്റും താങ്ങണം ഈ പാവം. അപ്പോഴാണ് ആ വീട്ടിലേക്ക് കയറുമ്പോൾ ആരായി വിളക്ക് തയ്യാറാക്കിയെന്ന് ഇന്ന് വരെ എനിക്ക് മനസ്സിലായില്ല. പല സ്ഥലത്ത് ഞാൻ നേരത്തെ പോയി നോക്കി നിൽക്കാറുണ്ട്, ആര വിളക്ക്. ആ കുഞ്ഞിന് ആകെ കൂടി ഒരു 48-50 കിലോ വെയിറ്റേ ഉള്ളൂ. അതിൻ്റെ കയ്യിലേക്ക് ഒരു 5 കിലോ വെയിറ്റുള്ള ഒരു വിളക്ക വെച്ച് കൊടുക്കും. ഇനി അത് നിന്നങ്ങ് ആടും. അതും പോരാ, ആ വിളക്കിന് നല്ല കുഴി, അതിന് ചുരുങ്ങിയത് 1/2 ലിറ്റർ എണ്ണ. ഇത്രയും വന്നൊരു തിരി എത്രയുണ്ടാവും? ഈ കുഞ്ഞ് ഇതും പിടിച്ച്, അല്ലെങ്കിൽ എണ്ണ ലെവലല്ല, അതിൽ നിറച്ച എണ്ണ, ഈ എണ്ണ തുളുമ്പുമ്പോൾ തിരി പതുക്കെ ഇറങ്ങിപ്പോവും. അത് കെടണം, അതാണല്ലോ ഉദ്ദേശം. അപ്പൊ ആരായിരിക്കും ഇത് തയ്യാറാക്കി ഉണ്ടാവുക? ഉറപ്പാണ്, ആൾ തന്നെയാണ്. ഇത് കെടണം. ഇത് കെട്ടതിന് ശേഷം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഒരു കരി, ഒരു ഇരുണ്ട ദിനത്തെ സമ്മാനിക്കാൻ എന്താണെന്നറിയില്ല. ദയവ് ചെയ്ത് എടുത്ത് പൊക്കാൻ പറ്റുന്ന ഒരു വിളക്ക്, എണ്ണ, തിരി നനയാനുള്ള എണ്ണ, ആവശ്യത്തിന് എണ്ണ. തിരിയല്ല കത്തുന്നത്, എണ്ണയാണ് കത്തുന്നത്. ഇത് മനസ്സിലായോ? കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. എണ്ണ കത്തിയാൽ ഉണ്ടാകുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്, കാർബൺ അല്ല. പടുതിരി കത്തിയാൽ കാർബൺ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ തിരി, നമ്മൾ ഈ പടുതിരി കത്തരുത്, കരിന്തിരി കത്തരുത് എന്ന് പറയുന്നത് വേറെ ദോഷം കൊണ്ടല്ല, പിന്നെ കാർബണാണ് ഉണ്ടാവുന്നത്. അത് ശ്വസിച്ചാൽ വേറെ രോഗം വരും. കാർബോഹൈഡ്രേറ്റും ഹൈഡ്രോ കാർബണും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇത് കാർബൺ ആണ് കരിന്തിരി കത്തിയാൽ ഉണ്ടാകുക, അത് ശ്വസിക്കരുത്. അത് ശ്വസിച്ചാൽ ശ്വാസകോശ സംബന്ധിയായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് പൂർവികർ പറഞ്ഞ കരിന്തിരി കത്തിക്കല്ലേ എന്ന് പറഞ്ഞത് ഈശ്വരന് കോപം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടല്ല, ഈ കാർബൺ ആണ് കത്തി വരുന്നത്. മറ്റത് കാർബോഹൈഡ്രേറ്റ്, എണ്ണയെ കത്തുന്നത് തിരിയല്ല കേട്ടോ. നല്ല തിരി, നല്ല എണ്ണ, വെളിച്ചെണ്ണയല്ല. വെളിച്ചെണ്ണ ഉണ്ടായാൽ സൗവർണം ഉണ്ടാവില്ല, എത്രയേ ഉള്ളൂ. വെളിച്ചെണ്ണയിട്ട് കത്തിക്കാൻ ഒരു കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് കത്തിത്തീരും. 2, വെളിച്ചെണ്ണയ്ക്ക് സൗവർണമില്ല, അത് എണ്ണയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് കരിന്തിരിയും തിരിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. തിരി കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ കരിന്തിരി കാർബൺ ആണ്. അതുകൊണ്ടാണ് കരിന്തിരി കത്തരുതെന്ന് വീട്ടിൽ പറയുന്നത്. അല്ലാണ്ട് മറ്റേ ഭഗവതി വന്ന് കരണത്തടിക്കൊന്നുമില്ല. അവനവന്റെ ശരീരം, അവനവന്റെ ആരോഗ്യം പോകും. അത് പോകാതിരിക്കാൻ വേണ്ടി എന്തുമാവട്ടെ, ഈ കുഞ്ഞ് അവിടേക്ക് കയറാൻ പോവാണ്. നമുക്ക് ഏതാണ്ട് പടികളുടെയൊക്കെ ഉയരം മനസ്സിലായല്ലോ. ഇവിടേക്ക് ഈ കുഞ്ഞ് കാലെടുത്ത് വെക്കണമെങ്കിൽ വലിയ പ്രശ്നം. ഈ സമയത്ത് ആരെങ്കിലും ഒരാൾ സാരി പൊക്കി കൊടുക്കാൻ വേണ്ടേ? ഒരാൾ സാരി പൊക്കും. ഈ കുഞ്ഞ് കാലെടുത്ത് വെക്കുമ്പോഴാണ് ഒരു അശരീരി കേൾക്കുക, സ്മൈൽ പ്ലീസ്. അതാരാ? ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫറുടെ മുന്നിൽ ഇനി കുഞ്ഞ് എവിടേക്ക് നോക്കും? ആകെ കൂടി സംഘർഷം. എന്തായാലും ആ പ്രശ്നത്തിൽ ഈ കുഞ്ഞ് രക്ഷപ്പെട്ടു. വീട്ടിൽ കയറി കഴിഞ്ഞാൽ വീട്ടുകാർ മധുരം കൊടുക്കണം, പാല് കൊടുക്കണം, പഴം കൊടുക്കണം, കൽക്കണ്ടം കൊടുക്കണം, അതായത് മധുരമുള്ളത് കൊടുക്കണം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ക്രിയയുണ്ട്. ആ ക്രിയയാണ്, ആ വിളക്കുണ്ടല്ലോ, ആ വിളക്ക് ഒരിടത്ത് കൊണ്ടുവച്ച് ആ വിളക്കിൻ്റെ അടുത്ത് നിന്ന് വധൂവരന്മാർ ചെയ്യുന്നൊരു പ്രതിജ്ഞയുണ്ട്. ഈ പ്രതിജ്ഞയുടെ പേരാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശം. ഒന്ന് പറഞ്ഞേ. ഇപ്പോഴാ നമ്മൾ ഇത് കെട്ടിയപ്പോഴും കിട്ടപ്പോഴല്ല ഭാര്യയും ഭർത്താവായത്. ഞങ്ങൾ ഗൃഹസ്ഥാശ്രമികളാകുന്നു എന്ന് പറഞ്ഞ് അഗ്നിയെ സ്തുതിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഹേ അഗ്നേ, അങ്ങ് ഞങ്ങളുടെ ഗൃഹനാഥനാണ്. അഗ്നി ആരാ? ഒരു ഗൃഹത്തിന്റെ നാഥൻ. റേഷൻ കാർഡിൽ ആരാ? അത് നമ്മളാണ്. ആര്? പുരുഷനല്ല. അപ്പൊ ഗൃഹനാഥ വലിയ എന്തായാലും ഗംഭീരായിട്ടുണ്ട്. പക്ഷെ അഗ്നിയാണ് ഗൃഹനാഥൻ. കാരണം ഒരിക്കലും മരിച്ചു പോകാത്ത ഒന്ന് അത് അഗ്നിയാണ്. അഗ്നി, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമാകണേ.
അങ്ങ് എങ്ങനെയാണ് ലോകത്തിൽ മുഴുവൻ പ്രകാശം കൊടുക്കുന്നത്, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും പ്രകാശമാനമാകണേ. എങ്ങനെയാണോ അഗ്നി അറിവാണ്, അതുകൊണ്ട് അഗ്നി ഞങ്ങളുടെ ഉള്ളിൽ അറിവ് നിറയ്ക്കണേ. ഞങ്ങൾ എന്നും അങ്ങയെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചം ഉയർത്തി ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കി തീർക്കണേ എന്നാണ് ഈ ഗൃഹസ്ഥാശ്രമ പ്രവേശത്തിലെ പ്രാർത്ഥന. അതിന്റെ അർത്ഥം ഇതാണ്. ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് തിരക്ക് 1000 പേർക്ക് ഒരു 1000 രൂപയുടെ പ്ലേറ്റ് കൊടുക്കേണ്ട തിരക്കാണ് നമുക്ക്. ദയവ് ചെയ്ത് നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് പ്രതി സംസ്കാരമില്ലാതെ മദ്യവും മാംസവും ഇല്ലാത്ത വിവാഹം നടത്തണം. നിങ്ങൾക്ക് മാംസം ഇഷ്ടമുണ്ടോ? പിറ്റേ ദിവസം നിങ്ങൾ വെച്ച് കഴിച്ചോളൂ. എന്നാലും ഒരു കോഴിയല്ലേ കൊല്ലുള്ളൂ. ഇത് ആ നാട്ടിലെ 1000 പേർക്ക് കൊടുക്കാൻ 200 കോഴികളെ കൊല്ലും. നമ്മളെപ്പോലെ ജീവനുണ്ട്, നമ്മളെപ്പോലെ മക്കളുണ്ട്, നമ്മളെപ്പോലെ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി 200 കോഴികളെ നമ്മൾ തുണ്ടം തുണ്ടമായി വെട്ടി അവയുടെ ചുടുചോരയിലൂടെ നടന്ന് ഏത് ആണും പെണ്ണുമാണ് നല്ല ജീവിതം ഭരിക്കാൻ പോകുന്നത്? നിങ്ങളൊന്ന് പറ. ഈ ശാപം മുഴുവൻ നമ്മൾ എവിടെ കൊണ്ട് കളയും? ഇതൊരു ശാപമാണ്. ദയവ് ചെയ്ത് മംഗളമുഹൂർത്തങ്ങളിൽ മദ്യം, മാംസം ഇത് രണ്ടും ദയവ് ചെയ്ത് ചെയ്യരുത്. ദയവ് ചെയ്ത് കഴിക്കേണ്ടെന്ന് പറഞ്ഞില്ല, ഇഷ്ടംപോലെ കഴിച്ചോളൂ. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ സമ്പന്നതയാണ് വിവാഹം, അത് സംസ്കാരമാണ്. അതുകൊണ്ട് ആ സംസ്കാരത്തെ ശുദ്ധമായി നമ്മൾ ചെയ്യണം. ഒരിക്കലും ഇവിടെ ഇരിക്കുന്നവർ പറ്റുകയാണെങ്കിൽ ഒരു പ്രതിജ്ഞ ചെയ്യണം. ദീപാവലി അല്ലേ, മദ്യവും മാംസവുമുള്ള വിവാഹത്തിൽ ഞാൻ പോകില്ല എന്ന് തീരുമാനിക്കണം. അതാരായാലും. 2, അങ്ങനെ പോകേണ്ടി വന്നാൽ ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിക്കില്ല. ഇനി പറയുന്ന വാക്ക് വിഷമിപ്പിച്ച എന്നോട് ക്ഷമിക്കണം. നാണമില്ലാതെ പോയി തിന്നരുത്. കുറച്ചെങ്കിലും നട്ടല് നമുക്കുണ്ടെങ്കിൽ ഈ ധർമ്മം നമ്മൾ നിലനിർത്തിയാലേ നിൽക്കുമെങ്കിൽ മദ്യവും മാംസവും കൊടുക്കുന്ന ഒരിടത്തും പോകരുതെന്ന് മാത്രമല്ല, അവിടെ പോയി നാണമില്ലാതെ ഭക്ഷിക്കരുത്. നമ്മുടെ സംസ്കാരത്തെ നമ്മൾ നിലനിർത്തും. സനാതന ധർമ്മം പറയുന്ന നെറ്റിയിൽ വരവരച്ച് നടക്കുന്നവൻ നാണമില്ലാതെ പോയി തിന്നാൽ കൊല്ലുന്നതിലും വലിയ കുറ്റമാണ് അതിന് കൂട്ടുനിൽക്കുന്നത്. ദയവ് ചെയ്ത് പോകരുത്. നമുക്കൊരു അസ്തിത്വമുണ്ട്, വ്യക്തിത്വമുണ്ട്, പാരമ്പര്യമുണ്ട്. അവിടെ വെറുതെ നമ്മൾ ഈ പാവം പിടിച്ച മൃഗങ്ങളെ കൊന്ന് അവയുടെ ശാപം പിടിച്ചു വാങ്ങരുത്. ദേഷ്യം വന്നു എന്ന് എനിക്കറിയാം, എന്നാലും ദയവ് ചെയ്ത് പോയി കഴിക്കരുത്. അതിന് കുറച്ചൊരു ആത്മബലം വേണം, അതിന് കുറച്ചൊരു മാനസിക കരുത്ത് വേണം. 2, ധൂർത്ത്, ആഡംബരം, പൊങ്ങച്ചം വിവാഹത്തിന് കാണിക്കരുത്. നിങ്ങൾ സാധിക്കുമെങ്കിൽ 100 പേരുടെ വിവാഹം നടത്തുക. നിങ്ങൾ ആരെയും ക്ഷണിക്കണ്ട. നോക്കൂ, വിവാഹം എല്ലാവരെയും ക്ഷണിച്ച് നടത്താനുള്ളതല്ല, മരണം എല്ലാവരെയും ക്ഷണിക്കാനുള്ളതാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ വിവാഹം നിങ്ങൾ നോക്കൂ, ശ്രീരാമചന്ദ്രൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ 4 പേരുടെ വിവാഹം. അയോധ്യയിൽ നിന്ന് പോയത് 32 പേരാ. മഹാരാജാവല്ലേ ദശരഥൻ? ലോകം മുഴുവൻ ആരാധിക്കുന്ന വ്യക്തിത്വമല്ലേ ദശരഥൻ? 4 മക്കളുടെ വിവാഹമല്ലേ? ഒരു 4000 പേര് പോണ്ടേ? പോകില്ല. കാരണം വിവാഹം എപ്പോഴും 50 100 പേര് പരമാവധി. നമ്മുടെ പണം ദയവ് ചെയ്ത് നശിപ്പിക്കരുത്. പണം ധൂർത്തടിക്കരുത്. പണം വെറുതെ കളയരുത്. പണം നമുക്ക് ആവശ്യമുണ്ട്. ഒരു രോഗം വന്നാൽ കടപ്പെട്ടു പോകാനുള്ള സമ്പത്തേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. നമുക്ക് സമ്പത്തില്ല. ആ സമ്പത്ത് വിവാഹത്തിന്റെ പേരിൽ 10 ലക്ഷം, 15 ലക്ഷം, 50 ലക്ഷം, 1 കോടിയൊന്നും ചെലവഴിച്ച് ധൂർത്തും ആഡംബരവും പൊങ്ങച്ചവും കാണിക്കാതെ വെറും 50 പേര്, അത്യാവശ്യ ബന്ധുക്കളെ, ഗുരുക്കന്മാരെ 4 പേരെയെ വിളിക്കാവുന്നതാണ്. 1, വയോവൃദ്ധന്മാര്. ആ ഗ്രാമത്തിൽ വയോവൃദ്ധന്മാരെ വിളിച്ചവർക്ക് വസ്ത്രം കൊടുക്കണം. 2, ധർമ്മവൃദ്ധന്മാർ, ശീലവൃദ്ധന്മാർ, അതോടൊപ്പം ജ്ഞാനവൃദ്ധന്മാർ. ആകെ ഒരു 50 പേര്. 50 പേരുടെ വിവാഹം. നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി അന്നം കൊടുത്താലും നല്ലത് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാരണം നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. ധൂർത്ത് കാണിക്കരുത്. പണമുണ്ടോ? നിങ്ങളൊരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കൂ. ആ കുഞ്ഞിന് വേണ്ടി 1 ലക്ഷമോ 1.5 ലക്ഷമോ കൊടുക്കൂ.
പണമില്ലാത്തതിൻ്റെ പേരിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള നിരവധി പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്കൊരു തുണി വാങ്ങാൻ, അവർക്ക് വസ്ത്രം വാങ്ങാൻ, അവർക്കൊരു താലിമാല, ഒരു മാല ഇട്ടുകൊടുക്കാൻ നമുക്ക് കൊടുത്തൂടെ? നമ്മുടെ കുഞ്ഞ് വിവാഹം ചെയ്യുമ്പോൾ, നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി ആ പണം മാറ്റിവെക്കൂ. അത് ധൂർത്തിനും ആഡംബരത്തിനും ദയവ് ചെയ്ത്. നമുക്ക് അതിനുള്ള പണമൊന്നും നമ്മുടെ കയ്യിലില്ല. മൂന്നാമത്തതും അവസാനത്തതും, സ്ത്രീധനം നട്ടലുണ്ടെങ്കിൽ വാങ്ങരുത്, നട്ടലുണ്ടെങ്കിൽ കൊടുക്കരുത്, കഴിക്കരുത്. പെൺകുട്ടി പണം കൊടുത്ത് കൈമാറേണ്ട ഒന്നല്ല. ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികളെ വളർത്തണം. ആൺകുട്ടിക്ക് എന്തൊക്കെ പ്രിവിലേജ് ഉണ്ടോ, ആൺകുട്ടിക്ക് എത്രയൊക്കെ വിലയുണ്ടോ, അത്രയും വില പെൺകുട്ടിക്കുണ്ട്. ദയവ് ചെയ്ത് പെൺകുട്ടികളെ സ്ത്രീധനം കൊടുക്കരുത്. കൊടുത്താൽ ഒരു വലിയ കുറ്റത്തിനാണ് നമ്മൾ കൂട്ടുനിൽക്കുന്നത്. ആ കുഞ്ഞിന് വേണമെങ്കിൽ അവൾക്ക് ആ വീട്ടിൽ ചെന്നാൽ ആദ്യ സമയങ്ങളിൽ പണം ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അവൾക്ക് അവളുടേതായ കാര്യങ്ങളുണ്ടാകും. എങ്കിൽ അവൾക്ക് ആവശ്യമുള്ള പണം അവളുടെ കയ്യിൽ കൊടുക്കുക, അവളത് അവളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. അത് വേണമെങ്കിൽ നിങ്ങൾ 1, 2, 3, 4, 5 ലക്ഷം രൂപ കുഞ്ഞിന്റെ പേരിൽ ഫിക്സഡ് ഇട്ട് കൊടുക്കൂ. ദയവ് ചെയ്ത് സ്ത്രീധനം കൊടുക്കരുത്. നമുക്ക് പാവം പിടിച്ച പെൺകുട്ടികളുടെ വീട്ടുകാർ ഉള്ള സ്ഥലം മുഴുവൻ വിൽക്കണം, അവർ കടം മേടിക്കണം. ഒരു വിവാഹം നടന്ന് കുഞ്ഞുങ്ങൾ സന്തോഷിക്കുമ്പോൾ ഒരച്ഛനും അമ്മയും അവിടെ വിഷമിക്കുകയാണ്. കടം തിരിച്ചടയ്ക്കാൻ പണമില്ലാതെ ഉള്ള പറമ്പ് മുഴുവൻ വിറ്റ് വിഷമിക്കുന്ന അച്ഛനമ്മമാർ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ദയവ് ചെയ്ത് നമ്മൾ നമ്മുടെ ഒരു സംസ്കാരത്തെ സംരക്ഷിക്കണം. സ്ത്രീധനം വാങ്ങരുത്. കാസർഗോഡ് ജില്ല ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ ആൺകുട്ടി അങ്ങോട്ട് സ്വർണം കൊടുക്കണം. ഇത് കേരളത്തിൽ കാസർഗോഡ്. കണ്ണൂർ ജില്ല, നമ്മളൊക്കെ കൊഞ്ഞനം കുത്തുന്നില്ലേ, അവരൊന്നും സ്ത്രീധനം വാങ്ങില്ല എന്ന് മാത്രമല്ല, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ അവൾക്കുള്ള സ്വർണം 10 പവൻ ആണ് കൊടുക്കണം. ഏത് കാശ്മീരിലല്ല, അരുണാചൽ പ്രദേശിലല്ല, നമ്മുടെ കേരളത്തിൽ പറ്റുകയാണെങ്കിൽ അവിടെ പെൺകുട്ടികളുണ്ടായി വലിയ. അവർ വീട്ടിൽ ചെന്നപ്പോൾ 4 പെൺകുട്ടികൾ. എന്തൊരു സന്തോഷമാണെന്നറിയാം അച്ഛനും അമ്മയ്ക്കും. കാരണം അവർക്ക് ടെൻഷൻ ഇല്ല. അതുകൊണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ടാണെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് എന്തൊക്കെ ആൺകുട്ടിക്ക് കൊടുക്കുമോ അതൊക്കെ പെൺകുട്ടിക്ക് കൊടുക്കണം. അവളെ അവളാക്കി വളർത്തണം. അവളുടെ ഉള്ളിൽ അധമ ചിന്തകൾ ഉണ്ടാക്കരുത്. രണ്ടാമത്തത് വിവാഹം. മൂന്നാമത്തത് പിറന്നാൾ. ഇന്ന് പിറന്നാളുണ്ടോ? ഇന്ന് ബർത്ത്ഡേ ഉണ്ട്. ബർത്ത്ഡേയും പിറന്നാളും തമ്മിൽ ഒരു ബന്ധവുമില്ല. ബർത്ത്ഡേ നമ്മുടേതല്ല, പിറന്നാൾ നമ്മുടേതാണ്. പിറന്ന നാള് നക്ഷത്രമാണ്, തിഥിയാണ് നമ്മുടെ ഭാരതീയ സങ്കല്പം. ബർത്ത്ഡേ അല്ല, ജനിച്ച ആ നാളിലാണ് നമ്മൾ നമ്മുടെ പൂജ നടത്തി കുഞ്ഞുങ്ങളെ കൊണ്ട് നല്ലത് പറഞ്ഞ് ആ കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്തി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഏത് മതമാണെങ്കിൽ ആ മതത്തിന്റെ വിശ്വാസമനുസരിച്ച് ആചരണം ചെയ്ത് പ്രത്യക്ഷ ഈശ്വരനായ അഗ്നിയെ കൊളുത്തി അമ്മ നല്ല ഒരു അക്ഷതമൊരുക്കി ആ എല്ലാവരെയും വിളിച്ചു വരുത്തി ആ കുഞ്ഞിന് ആരതി ഒഴിഞ്ഞ് സുദിനം സുദിനം ജന്മദിനം തവ ഭവതു മംഗളം ജന്മദിനം ചിരം ജീവഗുരു പുണ്യവർദ്ധനം ചിരം ജീവഗുരു കീർത്തിവർദ്ധനം വിജയീ ഭവ സർവത്ര സർവത. എന്റെ കുഞ്ഞെ, നീ സർവത്ര ജീവിതത്തിനും വിജയിക്കട്ടെ, ചിരഞ്ജീവിയായിരിക്കട്ടെ, ഈ ദിവസം നിനക്ക് മംഗളമേകട്ടെ, നന്മയുണ്ടാകട്ടെ, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു അമ്മ ആരതി ഒഴിയും. എന്നിട്ട് ഋഗ്വേദത്തിലെ മന്ത്രമുണ്ട്, ആ മന്ത്രം ജപിക്കും. ഇന്ദ്രനും അഗ്നിയും സവിതാവും ബൃഹസ്പതിയും അടക്കം സർവ്വദേവഗണങ്ങളും ഹേ കുഞ്ഞെ നിന്നെ സംരക്ഷിക്കട്ടെ. നീ വസന്തവും ഗ്രീഷ്മവും ഹേമന്തവും ശിശിരവും ശരത്കാലവും വർഷവും അടക്കം സർവ്വ ഋതുക്കളെയും അനുഭവിച്ച് എന്റെ കുഞ്ഞെ നീ ജീവിക്കട്ടെ, നീ ചിരഞ്ജീവിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ ആ പിറന്നാളിനെയാണ് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞ് ബർത്ത്ഡേ. എന്നിട്ട് അതിന് സെൽഫി എടുക്കുക, ഫോട്ടോ എടുക്കുക, തൊപ്പി വെക്കുക, കൊടുവാൾ കൊണ്ട് വെട്ടുക, കുത്തുക, എന്തൊക്കെയോ പൊട്ടിക്കുക. ദയവ് ചെയ്ത് അത് പ്രതിസംസ്കാരമാണ്, നമ്മുടേതല്ല. ആഘോഷം വേണ്ടാന്ന് പറഞ്ഞില്ല. സംസ്കാരത്തെ നശിപ്പിച്ച് പ്രതിസംസ്കാരം ചെയ്യരുത്. ഇത് നമ്മുടേതാണ്. വിളക്ക് വെച്ച് പ്രാർത്ഥിക്കൂ, ആരോഗ്യത്തെ വീണ്ടെടുക്കൂ. ഒരു കൊല്ലം ഈ സമൂഹത്തിൽ ഞാൻ ജീവിച്ചു, എൻ്റെ ജീവിത ലക്ഷ്യത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചിന്തിക്കാനും വിലയിരുത്താനുമാണ് പിറന്നാൾ. അതുകൊണ്ട് മൂന്നാമത്തെ പിറന്നാൾ. നാലാമത്തത്
നമ്മൾ തീന്മേശ എന്ന് പറയും, ഡൈനിങ് ടേബിള്. നമുക്കൊരു ഭക്ഷണ സംസ്കാരമുണ്ട്. മാംസം കഴിക്കേണ്ടെന്നല്ല പറയാൻ പോണത്. മാംസം കഴിച്ചോളൂ, ഇഷ്ടമുള്ളവർ അത് കഴിക്കണം. അല്ലാതെ അത് ആലോചിച്ചിരുന്ന് വിഷമിക്കുന്നതിലും നല്ലത് കഴിക്കുകയാണ് നല്ലത്. ഇത് രണ്ടും രണ്ടാണ്. കഴിച്ച ആവേശം കഴിഞ്ഞില്ല, കുറച്ചു നേരമെങ്കിലും പ്രാർത്ഥിക്കാണ്ടിരിക്കില്ലേ? അവനവൻ ഇഷ്ടമുള്ളതും അവനവന് സ്വാദിഷ്ടമായതും ഭക്ഷണം കഴിക്കൂ. അതല്ല തീന്മേശ. തീന്മേശ സംസ്കാരത്തിൽ കുഞ്ഞുങ്ങൾക്ക് മുൻഗണന കൊടുത്ത് അച്ഛനമ്മമാർ കഴിക്കുന്നതിന് മുൻപ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് കിടത്തി ഉറക്കണം. മുതിർന്നവർ ഭക്ഷണം കഴിക്കുന്നിടത്ത് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കരുത്. പഴയ കാലത്തുള്ളവരൊന്ന് ചിന്തിച്ചേ. ആ വീട്ടിൽ ഭക്ഷണ കാര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് മുൻഗണന. 7, 7:30, 8 മണിയാകുമ്പോഴേക്കും കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് അവരെ കിടത്തി ഉറക്കും. നമ്മുടെ തീന്മേശയിൽ മുതിർന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന പല ഭക്ഷണവും ഉണ്ടാകും, അത് കുട്ടികൾക്കുള്ളതല്ല. മുതിർന്നവർ പല വർത്തമാനങ്ങളും പറയും അവിടെ ഇരുന്ന്, അത് കുട്ടികൾ കേൾക്കേണ്ടതല്ല. അവിടെ പരാതിയും വിഷമങ്ങളും കരച്ചിലും സങ്കടങ്ങളും എഴുന്നേറ്റുപോക്കും വഴക്കും ഒക്കെ അവിടെ ഉണ്ടാകും. ഇത് കുട്ടികൾ കാണേണ്ടതല്ല, കേൾക്കേണ്ടതല്ല. ഇന്ന് നമ്മൾ ഒരു ഡൈനിങ് ടേബിൾ സംസ്കാരം എന്ന് പറഞ്ഞ് 5, 6, 7, 8, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ കഴിക്കുന്ന ഭക്ഷണവും കുഞ്ഞിന് വേണം. കുഞ്ഞുങ്ങൾക്ക് ദയവ് ചെയ്ത് മേധാശക്തി വർദ്ധിപ്പിക്കാനുള്ള ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമ്മുടെ തീന്മേശകൾ കുഞ്ഞുങ്ങളെ ഉറക്കിയതിന് ശേഷം മാത്രം ഒരുക്കണം. കാരണം ഇത് അവനെ കണ്ട് നമ്മൾ പഠിച്ചതാണ്. ആലോചിക്കണം നല്ല പോലെ. കുട്ടികളെ ഉറക്കിയതിന് ശേഷം മുതിർന്നവർ ഭക്ഷണം കഴിക്കണം. 6ാമത്തത്, ഒരു വിവാഹത്തിന് ക്ഷണപത്രിക. പല ക്ഷണപത്രിക കാണുമ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഏതോ സായിപ്പ് കുറെ വരാനുണ്ട് കല്യാണത്തിന്. മനസ്സിലായില്ല? ഇംഗ്ലീഷിലാണ് എല്ലാ ക്ഷണപത്രിക. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? അവിടുന്ന് മലയാളികളെല്ലാം ഉറപ്പ്, മലയാളികളാണ് ഈ മലയാളത്തിലെ അത് കൊണ്ടുപോകണ അച്ഛനമ്മയ്ക്ക് ഇത് എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. 3 പേരുടെ ഇനി ആള് പലതും തെറ്റിപ്പോവും. പാവങ്ങള് സ്വന്തം ഭാഷയായ മാതൃഭാഷയിൽ മലയാളത്തിൽ ചതുരക്ഷരി മന്ത്രമായ മലയാണ്മയിൽ തുഞ്ചത്തെഴുത്തച്ഛൻ 51 ദേവതകളെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തന്ന 51 അക്ഷരാളി എന്ന് നമ്മൾ പറഞ്ഞ മലയാളത്തിൽ നമ്മുടെ ക്ഷണപത്രിക തയ്യാറാക്കാൻ, വിവാഹത്തിന്റെ ക്ഷണപത്രിക നമുക്ക് പറ്റില്ലേ? അതിനെന്താ നാണക്കേട്? ഇംഗ്ലീഷ്, അത് പിന്നെ ചില സായിപ്പ് വരണം. ബസ്സിന്റെ ബോർഡ് മൊത്തം ഇംഗ്ലീഷാണ്. ഇത് ഏത് സായിപ്പ് അതിൽ കയറാനുള്ളത്? പാവ പിടിച്ച അമ്മയ്ക്ക് അത് വായിക്കാൻ പറ്റില്ല. തുണിക്കട, ഒരു കട തുടങ്ങിയാലൊക്കെ ഇംഗ്ലീഷാണ്. എന്തിന്? നമ്മുടെ ഒപ്പ് പോലും ഇംഗ്ലീഷിലാണ്. മലയാളത്തിലിട്ടാൽ എന്തോ കുറച്ചിലാണ്. ഇംഗ്ലീഷിൽ ഇടണ്ടെന്നല്ല പറഞ്ഞത്. മലയാളത്തെ മറന്ന് നമ്മൾ നമ്മുടെ സംസ്കൃതിയെ ദയവ് ചെയ്ത് വർദ്ധിപ്പിക്കാൻ ചിലതൊക്കെ നമ്മൾ ആലോചിച്ച് വെക്കുക. ഉത്സവങ്ങൾ 6ാമത്തതും അവസാനത്തതും. ഉത്സവങ്ങൾ മദ്യം, മാംസം. ദയവ് ചെയ്ത് ഉത്സവങ്ങളുടെ പേരിൽ വീടുകളിൽ മദ്യവും മാംസവും നമ്മൾ കൊടുക്കരുത്, കഴിക്കരുത്. നിങ്ങൾക്ക് കഴിക്കണോ? നിങ്ങൾ ഇനി മദ്യം കുടിക്കാനുള്ളതല്ല, കഴിക്കാനുള്ളതാണ്. മദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് ശരീരത്തിൽ ചൂട് കൂട്ടും. തണുപ്പ് പ്രദേശങ്ങളിലുള്ള സായിപ്പ് തണുപ്പിനെ അകറ്റാൻ വേണ്ടി മാത്രം കഴിച്ചിരുന്നതാണ്. അവൻ കുടിക്കാറില്ല, അവൻ സിപ്പ് ചെയ്യുള്ളൂ. അവൻ ഔൺസാണ്. അതൊരു അരിഷ്ടം പോലെ, വൈദ്യം പോലെ അവൻ ഭക്ഷണത്തിന് മുൻപോ ഭക്ഷണത്തിന് ശേഷമോ ഒരു പ്രത്യേക ഇടനിലയിൽ അവൻ തണുപ്പ് കൂടുന്ന പ്രദേശങ്ങളിൽ, ഈ മിതോഷ്ണ മേഖലാ പ്രദേശമായ നമ്മുടെ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ മദ്യം കുടിച്ച് ഉള്ള ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളെ മുഴുവൻ നശിപ്പിച്ച് നാണക്കേടും വീട്ടുകാർക്ക് ബുദ്ധിമുട്ടും പണച്ചെലവും രോഗാദി പീഡകളൊക്കെ ഏറ്റുവാങ്ങി നാം കുടിച്ച് തീർക്കുന്നതത്രയും നമ്മുടെ സമ്പത്താണ്, നമ്മുടെ സ്വസ്ഥതയാണ്, നമ്മുടെ കുടുംബമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്സവങ്ങളെല്ലാം നമ്മൾ ഏറ്റവും ഭംഗിയായി നടത്താൻ നമ്മളൊന്ന് ശ്രമിക്കണം. 10 മിനിറ്റ് കൂടി എടുക്കും, എന്നിട്ട് അവസാനിപ്പിക്കും. അതുകൊണ്ട് ഈ 6 കാര്യങ്ങൾ നമ്മൾ ദീപാവലി നമ്മുടെ സംസ്കാരത്തെ, ദൈവികതയെ വർദ്ധിപ്പിക്കാനാണെങ്കിൽ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ വീടുകളിൽ സംരക്ഷിക്കണം. നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇനി ഒരാൾ സംരക്ഷിക്കാൻ വരില്ല. ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അമ്മമാർക്കാണ്, പെൺകുട്ടികൾക്കാണ്.
നിങ്ങൾ വിചാരിച്ചാൽ ഈ സംസ്കാരം നിലനിൽക്കും. ആ സംസ്കാരത്തെ നിലനിർത്തണം. അതിന് നമ്മളാണ് നിയോഗിക്കപ്പെട്ടവർ. അത് ഇന്ന് ചെയ്യണം. അതുകൊണ്ട് പിറന്നാൾ, 60-ാം പിറന്നാളോ ഷഷ്ടിയോ ഉത്സവമോ വിവാഹമോ മദ്യവും മാംസവും സ്ത്രീധനവും ഈ ധൂർത്തുമൊക്കെ ഒഴിവാക്കും. ചുരുങ്ങിയ ആളുകളെ വിളിച്ച് മാത്രം വിവാഹം നടത്തൂ. ഓരോ പെൺകുട്ടിയും ആൺകുട്ടിയും മനസ്സിൽ വിചാരിക്കണം, എൻ്റെ വിവാഹത്തിന് അത്യാവശ്യം അടുത്തുള്ള 4 വീടും അത്യാവശ്യം ബന്ധുക്കളും മാത്രം. നാട്ടുകാരൊക്കെ നല്ല കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞാൽ മതി. ദുഃഖമാണെങ്കിൽ അത് നേരത്തെ അറിയിക്കണം. അതുകൊണ്ട് വിവാഹം എപ്പോഴും ചുരുക്കം. ഒരാളും വഴക്കടിക്കില്ല, ഒരാളും വിഷമിപ്പിക്കില്ല, ഒരാളും വിഷമിക്കില്ല. ഇനി ക്ഷണിക്കണോ പോയി ക്ഷണിക്കുക. വിവാഹം എന്താ, നിങ്ങൾ വരണമെന്നില്ല, വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കണേ എന്ന് പറയണം. ഒരാൾക്കും വിഷമമൊന്നുമില്ല. വീട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടം. ഒരു സാരി, ഒരു ഷർട്ട്, ഒരു ചുരിദാർ ഒക്കെ ലാഭമായി. ആ പൈസ വേണമെങ്കിൽ ആ കുട്ടികൾക്ക് കൊടുക്കൂ. പിന്നെ വിവാഹത്തിന് നമ്മൾ പോകുന്നത് വധൂവരന്മാരെ അനുഗ്രഹിക്കാനാണ്. സദ്യ കൊണ്ട് വയറും നിറച്ച് എമ്പക്കം വിട്ടു വരാനല്ല. വധൂവരന്മാരെ അനുഗ്രഹിക്കണം. നിങ്ങൾ ആയുരാരോഗ്യ സൗഖ്യത്തോടെ 100 വർഷക്കാലം പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്ത് ജീവിതത്തിൽ സമ്പന്നമായി ജീവിക്കൂ എന്ന് അനുഗ്രഹിക്കാനാണ്. ഇതിപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 11 മണിക്ക് ആ വാതിലം വിട്ട് തുറന്ന പിന്നെ ഉന്തവും തള്ളും തീറ്റയും ബഹളം കഴിഞ്ഞ് പോരും. എങ്ങനെയുണ്ടായി? നന്നായിരുന്നു. എന്ത് സദ്യ? അതല്ല, നിങ്ങൾ അവരെ അനുഗ്രഹിച്ചോ? കണ്ടുപോലുമില്ല. പിന്നെ എന്തിനാ പോയത്? അവിടെ ചെന്നിരുന്ന് പ്രേമപൂർണമായ കടാക്ഷങ്ങൾ കൊണ്ട് വിശ്വാസമുണ്ടെന്നും ഈ ശിരസിനു മുകളിൽ പ്രേമാശിസ്സുകളുമായ കൈകളുണ്ടാകുമെന്ന് വധൂവരന്മാർക്ക് തോന്നുന്ന തരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ നല്ലപോലെ ജീവിക്കട്ടെ ജീവിതത്തിൽ. ശരി, അവസാനത്തെ കാര്യം, ഒരു ഗൃഹസ്ഥൻ വിവാഹം കഴിക്കുന്നുവെങ്കിൽ 5 യജ്ഞങ്ങൾ വീട്ടിൽ ചെയ്യാനാണ് വിവാഹം. പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കാനാണ് വിവാഹം, അല്ലാതെ ഒന്നിനുമല്ല. ഈ പഞ്ചമഹായജ്ഞങ്ങളിൽ അഗ്നിയുടെ മുന്നിൽ നമ്മളൊരു പ്രതിജ്ഞ ചെയ്തിരുന്നു. ഞങ്ങൾ എന്നും അങ്ങയെ കൊളുത്തി, അങ്ങയെ ഭജിച്ച്, ഗൃഹനാഥനായി അംഗീകരിച്ച് ഈ വെളിച്ചവും അറിവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങയെ പ്രാർത്ഥിച്ചുകൊള്ളാം. ഇത് ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണ് ദേവയജ്ഞം എന്നുള്ളത്. അച്ഛനമ്മമാർ ചെയ്യുന്ന സത്കർമ്മങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ ഈ കർമ്മങ്ങളെ കണ്ട് ആണ് വളരുക. അല്ലാതെ നിങ്ങളൊരു വടിയെടുത്ത് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊന്നും കുട്ടികളോട് പറയരുത്. കുട്ടികൾ അനുകരിക്കുന്നവരാണ്, അനുസരിക്കുന്നവരല്ല. ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും അനുസരിക്കാൻ ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല, നമുക്ക് ആർക്കും ഇഷ്ടമല്ല. എന്നാൽ നമ്മളാണെങ്കിൽ നേരെ വെളിച്ചായ തുടങ്ങും കുട്ടികളെ അനുസരിപ്പിക്കല്. എന്തൊരു സ്വഭാവം അത്! ഇത് കുട്ടികളുടെ വായിലിരിക്കുന്ന 4 കേട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അമ്മക്ക് എന്ന് പറയുന്ന കരയ. എന്തേ മോള് ചീത്ത വിളിച്ചു? എങ്ങനെ ചീത്ത വിളിക്കാണ്ടിരിക്കുക? പുഴുവിനെ കുത്തി കുത്തി വേട്ടാളനാക്കും 2 കുത്തും വഴി. ദയവ് ചെയ്ത് അനുസരിപ്പിക്കൽ നിർത്തുക, അനുകരിപ്പിക്കുക. നമ്മൾ കുറേ സ്ഥലത്ത് പോയി താമസിക്കുമല്ലോ, പല ഫ്ലാറ്റുകളിൽ, അങ്ങനെ അതും വലിയ സ്ഥലത്ത്. ഇപ്പോൾ മുംബൈയിലൊക്കെ പോയവർക്കറിയാം റെഡ് സ്ട്രീറ്റ് ഒക്കെ. ഈ റെഡ് സ്ട്രീറ്റ് കാണാൻ വേണ്ടി ഞാൻ 1-ലധികം തവണ പോയിട്ടുണ്ട്. നമ്മൾ നോക്കിയും കണ്ടും നടന്നില്ലെങ്കിൽ അപ്പം പിടിച്ചിട്ട് പോകും നമ്മൾ. അങ്ങനെയുള്ള ആ ചുവന്ന തെരുവ് കേട്ടോ, നല്ല ചെറിയ കുഞ്ഞുങ്ങൾ പോലും ശരീരം വിൽക്കുകയാണ്. അത് അവരുടെ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല ആ മുംബൈയിൽ സ്ത്രീപീഡനമൊന്നും ഇല്ലാതെ കാരണം ഏത് പെൺകുട്ടിയും 12 മണിക്ക് 1 മണി. മുംബൈ നഗരം ഒരിക്കലും ഉറങ്ങാത്ത നഗരമാണ്. എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്നു, ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല, അവരങ്ങനെ പോകുന്നു. അവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരെയും നോക്കുമ്പോൾ ഇന്ന് പൊതുവിൽ കേരളത്തിൽ വിശേഷിച്ചു നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമുണ്ട്. തെറ്റിദ്ധരിക്കരുത്, മുഴുവൻ കേട്ടിട്ട് വേണം തീരുമാനിക്കാൻ. ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും ലിപ്സ്റ്റിക് ഇടും. അതും ചില കറുത്തത്, ചില ചുമന്നത്. ഇതൊക്കെ അവനവന്റെ അതൊന്നും നോട്ടമില്ല. കൂട്ടുകാരിട്ടു, ഞാനും ഇട്ടു. അപ്പോൾ ധാരാളം അമ്മൂമ്മമാരൊക്കെ ഉണ്ട്, അവരൊക്കെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ലിപ്സ്റ്റിക് ഇടണം എന്നത് ഇന്ത്യൻ പാർലമെന്റിൽ വല്ല പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടാവും? ഇല്ല. കേരള നിയമസഭയിലോ? ഇല്ല. പഞ്ചായത്തിൽ നിന്ന് വല്ല ലെറ്റർ വന്നോ നിങ്ങളൊക്കെ ലിപ്സ്റ്റിക് ഇടണേ എന്ന് പറഞ്ഞ്? അതും ഇല്ല. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇട്ടു? നമ്മുടെ മനസ്സിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങളിൽപ്പെട്ട സ്ത്രീകളെല്ലാം ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ സൗന്ദര്യം ഉണ്ടാകും എന്നൊരു ധാരണ നമ്മുടെ ഉള്ളിൽ വന്നു. അപ്പോൾ നമ്മളൊക്കെ അനുകരിച്ചതാണ്, അനുസരിച്ചതല്ല. എന്തുകൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടോ? നമ്മളൊക്കെ അനുസരിച്ചു? അല്ല, നമ്മൾ അനുകരിച്ചു. നമ്മൾ എന്ത് കാണുന്നുവോ, എന്ത്
വായിക്കുന്നുവോ, എന്ത് ചിന്തിക്കുന്നുവോ, ഇതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾ നല്ലത് ഒരാൾ മോശം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരധികം ചിന്തിക്കുന്നതാണ് അവരുടെ സ്വഭാവം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് കാണാനുള്ള ഭാഗ്യമുണ്ടോ വീട്ടിൽ? ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് അവരെ തല്ലുക, വഴക്ക് പറയുക ഒന്നും ചെയ്യരുത്. കാരണം അവർ കാണുന്നത്, കേൾക്കുന്നത്, കഴിക്കുന്നത് ഒക്കെ അവർ അനുകരിക്കും. അപ്പോൾ അനുകരിക്കുക എന്നത് സ്വഭാവമാണ്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണ് അച്ഛൻ അമ്മ. നിങ്ങൾക്ക് എത്ര വയസ്സാവട്ടെ, എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയം നമുക്ക് നമ്മുടെ ബലത്തേക്കാൾ വലിയ ബലമാണ് ദൈവബലം എന്ന് മനസ്സിലാക്കണം. മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നതിലും ആ സാധിക്കുന്ന കാര്യത്തെ സഹായിക്കണമെങ്കിൽ ഒരു ദൈവബലം നമ്മുടെ കൂടെ വേണം. ലോകം മുഴുവൻ നമുക്കെതിരെ നിന്നോട്ടെ, പക്ഷെ നമ്മുടെ കൂടെ ഒരു ഉപാസന, ഒരു ബലം, ഒരു ദേവകാര്യം നമ്മൾ ചെയ്യണം. 10 മിനിറ്റ് ഇഷ്ടദേവതയെ നമ്മൾ ഭജിക്കണം. നമ്മൾ ഇവിടെ വന്നപ്പോൾ ലളിതാ സഹസ്രനാമം ചൊല്ലി കേട്ടല്ലോ. നമ്മൾ പലരും ആദ്യമായി കേട്ടു, ചിലർ കൂടെ അറിയാവുന്ന വരികൾ ചൊല്ലി, ചിലർ പുസ്തകങ്ങൾ നോക്കി. ഓരോ മന്വന്തരം കഴിയുമ്പോഴും സാക്ഷാൽ ജഗത് ജനനിയും ത്രിപുര സുന്ദരിയുമായിട്ടുള്ള ആ അമ്മ ശ്രീവിദ്യ, ആ ദേവീഭാവം എല്ലാ ദേവഗണങ്ങളെയും ഒരുമിച്ചൊരു സദസ്സ് വിളിച്ചു കൂട്ടും. അതിൽ ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു, ഇന്ദ്രാദി ദേവഗണങ്ങൾ സർവരും ആ സദസ്സിൽ വന്നിരിക്കുമ്പോൾ ദേവി തൻ്റെ പടനായികമാരോടൊപ്പം ആ സർവാഭരണ വിഭൂഷിതയും സർവാലങ്കാരയുക്തയുമായി ആ മഹാദേവി ത്രിപുര സുന്ദരി അങ്ങനെ വരികയാണ്. ആ വരവാണ്. അങ്ങനെ വന്ന് സർവദേവന്മാരുടെയും മുന്നിൽ ആ ദേവി സിംഹാസനത്തിൽ ഇരിക്കും. ഇരുന്നു കഴിഞ്ഞാൽ ദേവിയുടെ അംഗരക്ഷകന്മാരുണ്ട് വശത്ത്. നമ്മൾ സഹസ്രാമം ചൊല്ലുമ്പോൾ മന്ത്രിണി പരിസേവിത, ജ്വാലാമാലിനി, ആ ജ്വാലാമാലിനി, ദണ്ഡാനാഥ, മന്ത്രിണി എന്നൊക്കെ പറയുന്നത് ദേവിയുടെ സൈനിക നേതാക്കന്മാരാണ്, സ്ത്രീകളാണ് അവരൊക്കെ. ഇവരെല്ലാവരും ദേവിയുടെ വശത്തിരിക്കും. വശത്തിരുന്നു കഴിഞ്ഞാൽ ദേവി വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ദേവിയുടെ 7 പേരായ വശിന്യാദി വാഗ്ദേവതകൾ അവിടെ ഇരിക്കുന്നുണ്ടാകും. എന്താ പേര്? വശിന്യാദി വാഗ്ദേവതകൾ 7 പേര്. 8 എന്നുണ്ടെങ്കിൽ 8 എന്ന് വിചാരിക്കണം. 7 പേരെയും അവിടെ ഇരുത്തും. ഈ 7 പേരും ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലയാള അക്ഷരങ്ങളെ 7ആക്കി വിഭജിച്ച് ഓരോന്നിൻ്റെയും ദേവതകളാണ് ഈ 7 പേരും. മലയാളത്തിൽ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് 15 എണ്ണമാണ്, അല്ലേ? സംശയമുണ്ടോ? 15 സ്വരാക്ഷരമല്ലേ നമുക്കുള്ളൂ? സ്വരാക്ഷരങ്ങൾ 15ആണ്. ആ 15 എണ്ണത്തിനും ഒരു ദേവി. അതാണ് വശിന്യാദി വാഗ്ദേവതകളിൽ ഒന്ന് 7ൽ ഒന്നാണ്. കവർഗം ഒരു ദേവത, ചവർഗം ഒരു ദേവത, ടവർഗം ഒരു ദേവത, പവർഗം ഒരു ദേവത, അങ്ങനെ തുടങ്ങി കച്ചട്ടത്തപ്പ എന്ന് തുടങ്ങുന്നത് 5 എണ്ണവും ഓരോന്നിനും ഓരോ ദേവതകളാണ്. അവസാനത്ത് ഊഷ്മാക്കൾ പറയുമ്പോൾ ചൂട് തരുന്ന 11 അക്ഷരങ്ങൾ മറ്റൊരു ദേവതയാണ്. ഇങ്ങനെ 7 ദേവതകൾ മലയാള അക്ഷരങ്ങളുടെ മുഴുവൻ ദേവതകളാണ്. അതായത് ഓരോ അക്ഷരവും ഒരു ദേവതയാണ്. അക്ഷരങ്ങളെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. അതിനാണ് ഈ ദേവതകൾ. അതാണ് വശിന്യാദി വാഗ്ദേവത ഋഷയ എന്ന് പറഞ്ഞ് നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത്. ഈ ദേവതകളുടെ മുഖത്തേക്ക് ദേവി നോക്കുമ്പോൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. ദേവി നോക്കുന്ന സമയത്ത് വശിന്യാദി വാഗ്ദേവതകളെല്ലാം ദേവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദേവി തൻ്റെ കടക്കണ്ണുകൊണ്ട് ഒരു ഉത്തരം കൊടുക്കും. സാധാരണ കണ്ണല്ല, കടക്കണ്ണാണ്. കടക്കണ്ണുകൊണ്ട് ദേവി അവരെ കടാക്ഷിക്കുന്ന സമയത്ത് ഈ ദേവതകൾ സുസ്മേരവദനകളായി ദേവിയുടെ മഹാനാമങ്ങൾ ചൊല്ലാൻ തുടങ്ങും. അവരെല്ലാവരും ചൊല്ലും: ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമസിംഹാസനേശ്വരി, ചിദഗ്നികുണ്ഡ സംഭൂത, ദേവകാര്യ സമുദ്യത, ഉദ്യുദ്ഭാനുസഹസ്രാഭ, ചതുർബാഹു സമന്വിത, രാഗസ്വരൂപപാശാഢ്യ, ക്രോധാകാരംകുശോജ്വല, മനോരൂപേഷു കോതണ്ഡ, പഞ്ചതന്മാത്ര സായക, നിജാരുണ പ്രഭാപൂരമജ്ജ ബ്രഹ്മാണ്ഡ മണ്ഡല,
ചമ്പക ശോകപുന്നാക സൗഗന്ധികലസത്കജ കുരുവിന്ദമണിശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമി ചന്ദ്രവിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്രകലങ്കാഭ എന്ന് തുടങ്ങി ദേവിയുടെ 1000 നാമങ്ങളെ, തിരുനാമങ്ങളെ ഒരേ സ്വരത്തിൽ ഉച്ചാരണ ശുദ്ധിയോടെ പദച്ഛേദം ചെയ്ത് പദാർത്ഥത്തെ മനസ്സിൽ കരുതി ആ ദേവതകളെല്ലാം ആ തിരുനാമങ്ങൾ ചൊല്ലിക്കഴിയുമ്പോൾ ദേവി മഹാരാജ്ഞി ത്രിപുരസുന്ദരി ആ സിംഹാസനത്തിൽ എഴുന്നേറ്റ് നിന്ന് സർവ്വദേവഗണങ്ങളോടും പറയും, ഈ നാമം നിങ്ങൾ മാനവകുലത്തിനോട്, മനുഷ്യരോട് പറയണം. ഈ നാമം പ്രതിദിനം ജീവിതത്തിൽ ചൊല്ലാൻ പറയണം. അവരുടെ ജീവിതത്തിൽ ധന ധാന്യ എല്ലാ അഭിവൃദ്ധിയും അവർക്കുണ്ടാകാൻ, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമോ അതിനെയെല്ലാം മാറ്റുവാൻ വേണ്ടി ആ നാമങ്ങൾ അവരെ സംരക്ഷിക്കുമെന്നും അവരുടെ ജീവിതത്തിൽ സമ്പൂർണ്ണ ഐശ്വര്യവും ലഭിക്കുമെന്നും സർവ മാനവ കുലത്തിനോടും പറയണം എന്ന് പറഞ്ഞ് ചൊല്ലിയ നാമമാണ് ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലുന്നത്. ഈ നാമമാണ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ ഒരു മന്ത്രമുണ്ട്, പരാപ്രത്യക്ഷിതി രൂപ പശ്യന്തി പരദേവത മധ്യമ വൈഖരി രൂപ ഭക്തമാനസഹംസിക. ഈ ദേവിയാണ് പരയായി. പര എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഒരു ശബ്ദത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവമാണ് പര. അത് പശ്യന്തിയായി വരണമെങ്കിൽ, എനിക്ക് നിങ്ങളോടൊരാശയം പറയണമെങ്കിൽ ആ ആശയത്തിന് ഇന്ന അക്ഷരം വേണം, അതാണ് പശ്യന്തി. ഈ ആശയം പറയണമെങ്കിൽ ഞാൻ ഇന്ന വാക്കുകൾ ഉപയോഗിക്കണം, ആ വാക്കുകളാണ് മധ്യമ. ആ വാക്കുകളാകുന്ന വൈഖരി, അതാണ് ഈ പുറത്തു വരുന്ന നിങ്ങൾ കേൾക്കുന്ന ശബ്ദവും അക്ഷരവും. ഈ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. കേൾക്കുന്ന ശബ്ദത്തിന്റെ പേരാണ് വൈഖരി. ഇത് സർവത്രവും ദേവി തന്നെ. ഇനി ആ മന്ത്രം ആലോചിച്ച് നോക്കൂ, പരാ പ്രത്യക്ഷിതി രൂപ പശ്യന്തി പരദേവത മധ്യമ വൈഖരി രൂപ ഭക്തമാനസഹംസിക. ഈ ദേവിയാണ് എല്ലാമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിദിനം മുടങ്ങാതെ അറിയാവുന്ന കഴിവ് വെച്ച് ലളിതാ സഹസ്രനാമം മുടക്കരുത്. ഈ ലളിതാംബിക ഭഗവതിയെ ഭജിക്കുന്ന സ്വഭാവം നമ്മുടെ മക്കളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ഉണ്ടാക്കിച്ചെടുക്കണം. ലളിതാ സഹസ്രനാമം അത്യുജ്വലമായ മേധാശക്തി ഉണ്ടാക്കും. ഗ്രഹണധാരണാശക്തിയാണ് ലളിത. ആ ലളിതയെ നല്ലപോലെ ചൊല്ലിയാൽ സർവ്വദേവഗണങ്ങളും നമ്മളെ സംരക്ഷിക്കും. അതുകൊണ്ടാണ് ദേവി 5 ഭാവത്തിൽ നമ്മൾ ആരാധിക്കുന്നത്. സൃഷ്ടികർत्री ബ്രഹ്മരൂപ, ഗോത്രീ ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപ, തിരോധാനകരീശ്വരി, സദാശിവാനുഗ്രഹ പഞ്ചകൃത്യപരായണ. 5 കൃത്യം ചെയ്യുന്നവളാ ദേവി. അവൾ സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മാവാണ്. അപ്പോൾ ബ്രഹ്മാവാര സാക്ഷാൽ ദേവിയാണ്. സൃഷ്ടികർत्री ബ്രഹ്മരൂപ, ഗോത്രീ ഗോവിന്ദരൂപിണി. പരിപാലനം ചെയ്യുമ്പോൾ ദേവിയാണ് ഗോവിന്ദനായി മഹാവിഷ്ണുവായി നിലനിൽക്കുന്നത്. ദേവി തന്നെ മഹാവിഷ്ണു. മാത്രമല്ല സംഹാരിണി രുദ്രരൂപ, സർവ്വതിനെയും സംഹരിക്കുമ്പോൾ രുദ്രനാണ്, പരമശിവനാണ്, മഹാകാലകാലനാണ്. അതും ദേവി തന്നെ. പോരാ, സദാശിവാനുഗ്രഹ, സർവർക്കും അനുഗ്രഹം കൊടുക്കുമ്പോൾ ദേവി സദാശിവനാണ്, ആദി ഗുരുവാണ്, ദക്ഷിണാമൂർത്തിയാണ്, സർവർക്കും അറിവ് പ്രദാനം ചെയ്യുന്നവൾ ദേവിയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു, ആ ദേവി സദാശിവാനുഗ്രഹ പഞ്ചകൃത്യപരായണ. ബ്രഹ്മാവായി, വിഷ്ണുവായി, രുദ്രനായി, ഈശ്വരനായി, സദാശിവനായി 5 ഭാവങ്ങളിൽ ഈ ദേവിയെ നമ്മൾ ആരാധിച്ചാൽ സർവ്വതിൽ നിന്നും നമുക്ക് ലാഭം കിട്ടും. ഒരു മന്ത്രം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചു. ആ ദേവി പെൺകുട്ടികൾ എന്തിനു ചെയ്യണമെന്നല്ലേ? സാധിക്കുമെങ്കിൽ നമ്മുടെ എല്ലാ പെൺമക്കളെയും ഭരതനാട്യം, അത് ശാസ്ത്രശുദ്ധമായ ആ കല, ശാസ്ത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എല്ലാ സ്ത്രീകളും ഭരതനാട്യം അഭ്യസിക്കണം. എന്തിനാ? ഞാനിവിടെ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് അക്ഷരം അറിയാവുന്നത് കൊണ്ട് മനസ്സിലാകും. എന്നാൽ വാക്കുകളില്ലാതെ നമ്മൾ അനുഭൂതിയുടെ തലത്തിൽ അംഗങ്ങൾ കൊണ്ട്, ചിഹ്നങ്ങൾ കൊണ്ട് സംസാരിക്കുന്ന കലയാണ് നൃത്തകല. അസാമാന്യമായ സാധനയുണ്ടെങ്കിൽ, ദൈവീക ഗുണമുണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന കലയാണ് ഭരതനാട്യം. ഡാൻസ് അല്ല, സിനിമാറ്റിക് അല്ല. ഭരതനാട്യം നന്നായി കളിക്കുന്ന ഒരു കുഞ്ഞിന് അംഗവിക്ഷേപങ്ങൾ മനസ്സിലാകും.
ഭരതനാട്യം ശാസ്ത്രീയമായി ഉപാസന ചെയ്ത് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ആ നടരാജമൂർത്തിയുടെ ഒരു ഭക്തയ്ക്ക് തൻ്റെ മുന്നിലുള്ളവരുടെ അംഗചലനവും കൃഷ്ണമണിയുടെ ചലനവും മനസ്സിലാകും. ആരാണ് ബന്ധു, ആരാണ് ശത്രു, ആരാണ് മിത്രം എന്ന് മനസ്സിലാകണമെങ്കിൽ ഭരതനാട്യം ശാസ്ത്രീയമായി അഭ്യസിച്ച ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ കണ്ടാൽ, ഒരു കൂട്ടുകാരിയെ കണ്ടാൽ അവരുടെ അംഗചലനത്തിലൂടെ നമ്മുടെ ബന്ധുവാണോ ശത്രുവാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും. ഭരതനാട്യം ശാസ്ത്രശുദ്ധമാണ്, യുക്തിഭദ്രമാണ്, അത് ഒരു ജീവകലയാണ്. ആ ജീവകല സർവ്വ കുഞ്ഞുങ്ങളെയും നമ്മൾ പഠിപ്പിക്കണം, പെൺകുട്ടികളെ പ്രത്യേകിച്ചും പഠിപ്പിക്കണം. മാത്രമല്ല അവരുടെ ഉള്ളിൽ വീര്യം, കരുത്തുണ്ടാകണമെങ്കിൽ സാധിക്കും. ദേവി ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടി പോയി ഭണ്ഡാസുര വധോദ്യുക്തയായി ദേവി ചെല്ലുകയാണ്. ആ ഭണ്ഡാസുരനെ വധിക്കുന്ന ദേവി ഹർഷിണിയാണ്. ചിരിച്ചുകൊണ്ടാണ് ദേവി ഭണ്ഡാസുരന്റെ സൈന്യങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മന്ത്രിണിയും ജ്വാലാനാഥയും ദണ്ഡാനാഥയും ഒക്കെ ദേവിയുടെ കൂടെയുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ദേവിയുടെ മകളാണ് 9 വയസ്സുള്ള ബാലാപരമേശ്വരി. ബാലാപരമേശ്വരി നല്ല ചുവന്ന പട്ടു വസ്ത്രമെടുത്ത ദേവി ഉപാസനയിൽ ആദ്യത്തെ മന്ത്രം ബാലാപരമേശ്വരി മന്ത്രമാണ്. ഈ മന്ത്രമാണ് ദേവി ഉപാസനയിൽ ആദ്യത്തെ മന്ത്രം. ഈ ബാലാപരമേശ്വരിയെ ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു കൊടുത്താൽ നല്ല സുന്ദര രൂപത്തോടു കൂടിയുള്ള 9 വയസ്സുകാരി പട്ടു വസ്ത്രങ്ങൾ അണിഞ്ഞ ആ മനോഹര രൂപിണിയെ നമുക്ക് കാണാം. ആ ബാലാപരമേശ്വരി അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി ഞാൻ യുദ്ധം ചെയ്യാം. കൊച്ചുകുട്ടിയായി നിനക്ക് യുദ്ധം ചെയ്യാൻ അറിയുമോ? അമ്മയല്ലേ എനിക്ക് ആയുധ വിദ്യകൾ പഠിപ്പിച്ചു തന്നത്. ശത്രുക്കളോട് എങ്ങനെ പോരാടണമെന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതല്ലേ, അമ്മ മറന്നുപോയോ? അപ്പോൾ കുഞ്ഞിനോട് പറയും, ഇത് മുതിർന്നവർ തമ്മിലുള്ള യുദ്ധമാണ് അമ്മ, എനിക്കതിനുള്ള കഴിവുണ്ട്. അങ്ങനെ ഈ കുഞ്ഞ് ഈ ഭണ്ഡാസുരന്റെ പുത്രന്മാരുമായി യുദ്ധത്തിന് പോവുകയാണ്. ആ സമയത്ത് മന്ത്രിണി, ദണ്ഡാനാഥ, ജ്വാലാമുഖി ചുറ്റുമുണ്ട്. അങ്ങനെ ആ കുഞ്ഞു പോകുന്ന മന്ത്രമാണ് നമ്മൾ ചൊല്ലുന്നത്. ആ ബാലാപരമേശ്വരി ആ ഭണ്ഡാസുര പുത്രന്മാരെ വധിക്കാൻ പോകുന്ന മന്ത്രം ഭണ്ഡാസുര വധോദ്യുക്ത ബാലാ വിക്രമനന്ദിത. ഏത് ബാല? ബാലാപരമേശ്വരി എന്ന ബാല വിക്രമനന്ദിത. മന്ത്രിണിയാണ് ഭാവി രചിത, വിശങ്കവധദോഷിത, വിശുക്ര പ്രാണഹരണ. ആ ശുക്രന്റെ ആ പ്രാണനെ മുഴുവൻ 28 മക്കള ഭണ്ഡാസുരന്. 9 വയസ്സുകാരിയുടെ കരുത്തുള്ള കൈത്തണ്ടയിൽ മരണപ്പെട്ടു 28 എണ്ണവും. ഒരമ്മ ശരിയായ ഒരു പെൺകുഞ്ഞിനെ വളർത്തിയാൽ ആ കുഞ്ഞ് ഈ ലോകത്തിൽ ഏത് ആകർഷണങ്ങളിൽ നിന്നും വിജയിച്ച് ഏത് ചതിയുടെയും വഞ്ചനയുടെയും ലോകത്ത് നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കും. നമ്മുടെ പെൺകുട്ടികൾ നാളെ ആരെങ്കിലും കൈഞ്ഞൊട്ടി വിളിച്ചാൽ ഓടിപ്പോകുന്ന ആട്ടുംകുട്ടിയോ നായക്കുട്ടിയോ അല്ല. അവർക്ക് അവരുടെ വ്യക്തിത്വമുണ്ട്. അവരെ ഈ ലോകത്ത് തലയുയർത്തി ജീവിപ്പിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പാരമ്പര്യത്തിൻ്റെ ഭാവങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും ഈ ധർമ്മത്തെ, മതത്തെ അല്ല, മതം നമുക്ക് വേണ്ട, നമുക്ക് ധർമ്മം വേണം. ഈ ധർമ്മത്തിൽ സർവ്വ മതങ്ങളും വന്നു ചേരട്ടെ. മതത്തിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും തല്ലുകൂടരുത്. ക്രിസ്ത്യാനി നമ്മുടെ ബന്ധു, ഇസ്ലാം നമ്മുടെ ബന്ധു, ഹിന്ദു നമ്മുടെ ബന്ധു, സർവരും നമുക്ക് ബന്ധുക്കളാണ്. പക്ഷെ ഈ സംസ്കാരം നിലനിൽക്കണം. ഇത് നിലനിർത്താൻ ഗ്രാമാന്തരങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക്, മുതിർന്നവർക്കും നമ്മുടേതായ ഈ ധർമ്മത്തെ, പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കാൻ നമുക്ക് പറ്റണം. അതിനെല്ലാ ഗ്രാമങ്ങളിലും ചെറിയ ചെറിയ സത്സംഗങ്ങളെ ഉണ്ടാക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുട്ടികൾക്ക് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗങ്ങൾ അവരെ പഠിപ്പിക്കുക. ഇവിടെ നേരത്തെ വിനിച്ചേട്ടൻ സുന്ദരകാന്ഡം വായിച്ചു. സുന്ദരകാന്ഡം തെറ്റുകൂടാതെ വായിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വേണമെങ്കിൽ വെച്ചുവെച്ചോ, സാധിക്കില്ല. കളകാഞ്ചി വൃത്തമാണ് സുന്ദരകാന്ഡത്തിന്. ആ സുന്ദരകാന്ഡം ശരിയായി വായിക്കാൻ പറ്റുന്നവന് സാഹിത്യത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ കയറാം എന്ന് പറയുന്നത് അഴീക്കോട് മാഷാണ്. അദ്ദേഹം പറയുന്നു, ഈ അക്ഷരങ്ങൾ, പദാവലികൾ വായിച്ചു തീർക്കാൻ സാധ്യമല്ല. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനേക്കാൾ വലിയ വെടിക്കെട്ടാണ് സുന്ദരകാന്ഡം. അലമലമിതരുതരുത രാമകാര്യാർത്ഥമാശു പോകും വിധൗ പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശന ശയനങ്ങൾ ചെയ്യുക എന്നതും പേർത്തു മറ്റെങ്ങും ചിന്തിക്ക എന്നതും അനുചിതമെന്നറിക നീ രഘുകുല തിലകന്റെ കാര്യങ്ങൾ അൻപോട് സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ എന്ന് മൈനാകത്തിനോട് ഹനുമാൻ പറയുന്ന വാക്കുകളും സവിതൃകുല തിലകൻ അതീവ ഭിത്യാഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ എന്ന് സീത രാവണന്റെ മുഖത്ത്
മുഖത്ത് നോക്കി പറയുന്ന വാക്കുകളും വായിച്ചെടുക്കാൻ വലിയ കഷ്ടമാണ്. സുന്ദരകാന്ഡം തെറ്റുകൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്കുള്ള മതപാഠശാലയിൽ പഴഞ്ചൊല്ലുകളും നാവുറുലലും ഒക്കെ പഠിപ്പിക്കുന്നത്. അലറലോടലറലാണ് ആലയിൽ കാലികൾ എന്ന് പറഞ്ഞ് നാവിന്റെ കെട്ട് പൊട്ടണം. തൃപ്പടിയുന്ന 10 പച്ചത്തത്ത ചത്തുത്തിരിക്കുന്നു എന്ന് പറയാൻ കുട്ടികളുടെ നാവിന്റെ കെട്ട് പൊട്ടണം. ഇങ്ങനെ ഈ നാവിന്റെ കെട്ട് പൊട്ടാനാണ് നാവുറുളൽ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. പഴഞ്ചൊല്ലുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം, വലിയ തത്വങ്ങളാണ്. ചെറിയ കവിതകൾ, കുട്ടിക്കവിതകൾ കുഞ്ഞുങ്ങൾ പഠിക്കണം, വലിയ തത്വങ്ങളാണ്. ഓരോ ദേവീദേവന്മാരുടെയും ശ്ലോകങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കണം. ആ ദേവീദേവന്മാരെ കീർത്തിക്കാൻ നമുക്കത് ആവശ്യമാണ്. ഭഗവത്ഗീത നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമാണ്. ഗീതാവാക്യങ്ങൾ കുട്ടികൾ പഠിക്കണം. കഥകളിലൂടെ സംസ്കാരം കുഞ്ഞുങ്ങൾക്ക് വേണം. ഇതൊക്കെയാണ് ഒരു മതപാഠശാല എന്നത്. അല്ലാതെ ഇവിടെ ആരെയും തല്ലാനോ ആക്രമിക്കാനോ കൊല്ലാനോ അല്ല. നമ്മുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ മുതിർന്നവർ മുന്നിട്ടിറങ്ങണം, കുട്ടികളെ പങ്കുചേരിപ്പിക്കണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ മൂല്യങ്ങളെ വർദ്ധിപ്പിക്കാൻ, അവരുടെ ഉള്ളിൽ വെളിച്ചമുണ്ടാക്കാൻ, ജ്ഞാനത്തിന്റെ ഈ വെളിച്ചം അവരുടെ ഉള്ളിൽ വരുത്താൻ നമുക്ക് ദീപാവലി അതിന് സഹായകരമാകണം. അതിനനുസരിച്ച് ദീപാവലിയെ നമുക്ക് ആഘോഷിക്കണം. വീട്ടിൽ പോയി ഇരുന്ന് എല്ലാവരും കൂടി പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അവനവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വിചാരം ചെയ്യണം. ആ വിചാരത്തിൽ നിന്നുണ്ടാകുന്ന അറിവ് വെച്ച് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, സ്ത്രീധനം കൊടുക്കരുത്, വാങ്ങരുത്, മദ്യം മാംസം വിവാഹത്തിൽ നിന്ന് മാറ്റണം, ഒരിക്കൽ പോയി നാണല്ലാണ്ട് കഴിക്കരുത്, നമ്മൾ നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും മദ്യവും ധൂർത്തും ആഡംബരവും ഒഴിവാക്കണം. നമ്മുടെ കയ്യിൽ വിറ്റ് കളയാൻ പണം, നമുക്ക് ഭൂമിയില്ല, പണമില്ല, പണം സ്വരൂപിക്കണം. കൂടി പണം ഉണ്ടാക്കാൻ മക്കളെ പഠിപ്പിക്കണം. നമ്മുടേതായ ദേവതാ സങ്കല്പങ്ങളെ പ്രാർത്ഥിക്കണം, സഹസ്രനാമം ഭജിക്കണം. ഓരോ ഗ്രാമങ്ങളിലും സത്സംഗങ്ങൾ ഉണ്ടാകണം. ഓരോ ഗ്രാമങ്ങളിലും കുട്ടികൾക്ക് മതപാഠശാലകൾ ഉണ്ടാകണം. ആ ദീപം ജ്ഞാനം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ് കത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഈ ദീപാവലി ആശംസകൾ എല്ലാവരോടും പങ്കുവെച്ച് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ശ്രീകുമാരേട്ടൻ്റെ പ്രാർത്ഥനയോട് കൂട്ടിച്ചേർത്ത് എല്ലാവർക്കും നല്ലത് വരട്ടെ, സുഖം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.